വളരെ നിറഞ്ഞ ഒരു സദസ്സ് തന്നെയാണ് ഇവിടെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് അത് തന്നെ ഇന്ന് ഈ ഒരു സദസ്സിന്റെ ഭാഗമാകുവാനായി, ഈ ഒരു സംഭാഷണത്തിന്റെ ചർച്ചയുടെ ഭാഗമാകുവാനായി നമുക്കിപ്പം എത്തിച്ചേരുന്ന നമ്മളുടെ പ്രിയ നേതാക്കളോടുള്ള ഏവരുടെയും നമ്മുടെ ജനകീയ പിന്തുണ തന്നെയാണ് അത് കാണിക്കുന്നത്. വിത്ത് ദാറ്റ് ലെറ്റ് us go ahead to the next session. നമ്മുടെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ ഏറെ കാത്തിരുന്ന ഒരു സെഷൻ തന്നെയാണ് പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻസിന് വരുന്ന, അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അത് ഭാവിയല്ല, പകരം നമ്മളുടെ പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ വരുന്ന വ്യതിയാനങ്ങളുടെ ഒരു പ്രേരണാ ശക്തി കൂടിയാണ്. അവരുടെ ഡിജിറ്റൽ ഇൻഫ്ലുവൻസിലൂടെ, അവരുടെ പാഷനിലൂടെ they are actually challenging the outdated system and they are voicing the advocacy, or they are advocating for the justice. സോ ഇത്തരത്തിൽ ഈ ഒരു പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷന്റെ മുൻനിരയിൽ നിൽക്കുന്ന 4 ജനകീയ നേതാക്കൾ നമുക്കിപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ, ഏറെ ആദരവോടെ ഇവരെ ഓരോരുത്തരെയായി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളട്ടെ. വിത്ത് അബ്സല്യൂട്ട് റെസ്പെക്ട്, ലെറ്റ് മീ വെരി ഹംബ്ലി റിക്വസ്റ്റ് the honorable speaker Mr. Apu John Joseph from the Indian Political Kerala Congress. Kindly join with us, please. ഇദ്ദേഹത്തെ പറ്റി കൂടുതലായി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. 2008 മുതൽ കൃഷിയും കൃഷി സംബന്ധമായ പ്രവർത്തനമായി കൈക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. നിരവധി സംഘടനകളിലും പദ്ധതികളിലും നിരവധി പ്രധാന സ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. And let me quote a few of it. Samsthana Coordinator of Kerala Congress, the Honorable President of Kerala IT and Professional Congress, the respected Vice Chairman of Gandhiji Study Center and Secretary of Joman Joseph Charitable Trust. And it's our absolute privilege to be having here with us today. And now it's my privilege and distinct honor to be inviting onto the stage the Honorable Speaker, Mr. Sean George from the പൊളിറ്റീഷ്യൻ ഭാരതീയ ജനതാ പാർട്ടി. ആൻഡ് അദ്ദേഹത്തെ പറ്റി കൂടുതലായി പറയാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ലെഗസി ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം. കേരള ജനകീയ പാർട്ടിയുടെ ചെയർമാനായ PC ജോർജിന്റെ മകനും ഉഷ ജോർജിന്റെ പുത്രനുമാണ്. പ്രശസ്ത മലയാള അദ്ദേഹത്തിന്റെ ഫാമിലി, I guess I shall cut short of the introductions because everybody knows of you and we will give more time for the discussions. So with all due respect and all admiration, inviting onto the stage the honorable speaker Mr. Sean George. And with that, let me now invite onto the stage നമ്മുടെ ന്യൂസ് അവറുകൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്ന ഒരു വ്യക്തി. ഏറ്റവും മികച്ച കംബാക്സിലൂടെ, ഏറ്റവും മികച്ച പ്രതികരണങ്ങളിലൂടെ ഒരുപാടധികം യുവാക്കളുടെ ഇഷ്ടം നേടിയെടുത്ത ഒരു വ്യക്തി, കേരള കോൺഗ്രസ് നേതാവായ, ജനകീയനായ നേതാവ് ശ്രീ സന്ദീപ് ജി വാര്യർ അവർ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് ജോയിൻ വിത്ത് us. ആൻഡ് ഫൈനലി, ഇത്രയും ഈ 3 ജനകീയ നേതാക്കളുള്ള ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയ ഈ ഒരു സെഷൻ അത് മോഡറേറ്റ് ചെയ്യാൻ അത്രയും തന്നെ മികച്ച ഒരു വ്യക്തി നമുക്കൊപ്പം വേണം. ആൻഡ് വിത്ത് us we have the very respected senior sub editor of Mathrubhumi, Ms. Arya P. Nair. 12 വർഷമായി സജീവമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. 2010 അമൃതയിൽ നിന്നാണ് തുടക്കം. ആൻഡ് അമൃതയിൽ ടോപ്പ് 10 അവതരിപ്പിച്ചായിരുന്നു തുടക്കം. ആൻഡ് അന്ന് മുതൽ ഇന്ന് വരെ ജനങ്ങൾ ഏറെ ആരാധിക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്. With that, I'm handing over the charge to you, ma'am. Please take over. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ന് ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ടാഗ് ലൈൻ ഫ്യൂച്ചർ സമ്മിറ്റ് ആണ്. നമ്മൾ ഭാവിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭാവി എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കളാണ്. യുവത്വം പൊളിറ്റിക്സിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യൂത്ത് രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ സംവാദത്തിന്റെ ടോപ്പിക്. അപ്പം ഇതിന് 2 വശമുണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുകയാണ്. നമ്മുടെ യുവാക്കൾക്ക് രാഷ്ട്രീയം താല്പര്യമുണ്ടോ ഈ പഴയ തലമുറയെ വെച്ച് നോക്കുമ്പോൾ? ഇനി താല്പര്യമുള്ള യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പം നമ്മുടെ തൊഴിൽ മേഖലയ്ക്ക് ഓരോ ദിവസവും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പണ്ട് എക്സ്പീരിയൻസ് ആണ് മാറ്റർ ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ഓരോ തൊഴിൽ മേഖലയിലും വാട്ട് വി ക്യാൻ ഡെലിവർ, അതാണ് കൂടുതൽ പരിഗണന. അവിടെ ഏജ് ഒരു ബാരിയർ അല്ല. പക്ഷേ പൊളിറ്റിക്സിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അനുഭവ സമ്പത്ത്, എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. അപ്പം അങ്ങനെ പഴക്കവുമുള്ള രാഷ്ട്രീയ നേതാക്കളെയാണ് നമുക്ക് കണ്ട് പരിചയം. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ശ്രീ സന്ദീപ് വാര്യർ, അനുഭവ സമ്പത്ത് നിർബന്ധമാണോ രാഷ്ട്രീയത്തിന്?
അനുഭവ സമ്പത്ത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഏതൊരു മേഖലയിലും സ്വാഭാവികമായിട്ട് ഗുണപരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സ്വാഭാവികമായിട്ടും അനുഭവ സമ്പത്തുള്ള ഒരാൾക്ക് ഒട്ടേറെ കാര്യങ്ങളിൽ പ്രതികരണങ്ങളിൽ അവധാനതയുണ്ടാകും. സ്വാഭാവികമായിട്ട് കടന്നു വന്ന വഴികളിൽ നേരിട്ടിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ, പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. അതൊക്കെ നമ്മൾ അനുഭവ പരിചയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്വാഭാവികമായിട്ടും എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ്, എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സമയത്ത് പ്രായം കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ മാത്രം പ്രദേശത്ത് ഒതുങ്ങി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ആ അനുഭവം കൊണ്ട് വലിയ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മറിച്ച് യാത്രകളും പ്രധാനമാണ്. നിരന്തരമായി യാത്ര ചെയ്തിട്ടുള്ള ഒരു അനുഭവം, എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസും പ്രധാനമാണ്. ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന എക്സ്പീരിയൻസ്, അതും പ്രധാനമാണ്. വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള എക്സ്പീരിയൻസ്, അത് അതിനേക്കാൾ പ്രധാനമാണ്. കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങളിൽ ലൈറ്റർ നോട്ടിൽ പറയുകയാണെങ്കിൽ കേസുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഇടപെട്ടിട്ടുള്ള എക്സ്പീരിയൻസ് രാഷ്ട്രീയക്കാരൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല വിധത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു രാഷ്ട്രീയക്കാരനെ, ഒരു നല്ലൊരു പൊതുപ്രവർത്തകനെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ എക്സ്പീരിയൻസ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ, അതല്ലെങ്കിൽ ആധുനിക സങ്കേതങ്ങളുടെയൊക്കെ കാലത്ത് എമർജ് ചെയ്ത് തരാൻ വളരെ എളുപ്പമുണ്ട്. പഴയതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ ഒരുപാട് കാലത്തെ പ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഒരു ശരിയാണ്. ജനങ്ങൾക്കിടയിൽ പ്രശസ്തനാവാൻ, ജനങ്ങളെ തിരിച്ചറിയാൻ ഒക്കെ നേരത്തേതിനേക്കാളും വളരെ എളുപ്പമുണ്ട്. പണ്ട് ദശാബ്ദങ്ങളോളം പ്രവർത്തിച്ചാലാണ് ഒരാൾക്ക് ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കിടയിലും തൻ്റെ പേര് ഉറപ്പിക്കാൻ സാധിക്കുക. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. 1-2 വർഷങ്ങളോ അല്ലെങ്കിൽ 5-6 വർഷങ്ങളോ എടുത്താൽ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേരെത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അത് നല്ല രീതിയിലുമാകാം, മോശം രീതിയിലുമാകാം. എന്തായാലും അനുഭവം എന്നുള്ളത് ഏതൊരു മേഖലയിലും പ്രധാനമാണ്. രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ പരമപ്രധാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ ഷോൺ ജോർജ്, ഇപ്പം അനുഭവ സമ്പത്ത് പ്രധാനമാണെന്ന് പറയുമ്പം 2 കാര്യങ്ങളുണ്ട്. അനുഭവ സമ്പത്ത്, നമുക്ക് യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ ഏത് യുവജന സംഘടന എടുത്താലും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പം അവർക്ക് സീറ്റ് കിട്ടില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ്? ഇപ്പം ഒരു മണ്ഡലം നോക്കുകയാണെങ്കിൽ അവിടെ പ്രവൃത്തി പരിചയമുള്ള നേതാക്കൾക്കായിരിക്കും മുൻഗണന വരിക. അപ്പം ചില സമയത്ത് ഈ അനുഭവ സമ്പത്ത് യുവാക്കളെ സംബന്ധിച്ചൊരു തിരിച്ചടിയാകുന്നുണ്ടോ ഈ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച്? തീർച്ചയായിട്ടും ക്രൈസിസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ ഇവിടെ സന്ദീപ് ജി സൂചിപ്പിച്ച പോലെ ഏറ്റവും താഴെ തട്ട് മുതൽ സംസ്ഥാന സമിതി വരെ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വാർഡ് കമ്മിറ്റിയിൽ ഇരുന്നിട്ടുണ്ട്, സംസ്ഥാന സമിതിയിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെ രണ്ടിനെയും എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് ജനങ്ങളുമായി ബന്ധപ്പെടാനും അതിനപ്പുറത്തേക്ക് പൊതു കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കാനും കഴിയുന്നു. മാത്രമല്ല, നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ തിരിച്ച് ആ വാർഡ് കമ്മിറ്റി പോയി ഇരിക്കാനും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ചോദിച്ച ചോദ്യം വളരെ വൈഡായിട്ട് ഒത്തിരി നേരം സംസാരിക്കാനുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. അതിനകത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 to 35 ഉള്ള ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിലുള്ള ചെറുപ്പക്കാർ ഞങ്ങളെ ഒന്നും അങ്ങനെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ 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 കുറവായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരിൽ എത്ര പേര് ഞങ്ങളെ നന്നായിട്ട് അറിയുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷേ എബോവ് 40 നമ്മളെ അറിയും. കാരണം അവർ പത്രങ്ങൾ വായിക്കാറുണ്ട്, കുറച്ചുകൂടെ ടി വി ചാനലിലെ ലൈവ് ചർച്ചകൾ കാണാറുണ്ട്. ഇപ്പോൾ സന്ദീപ് ജി എന്നെയൊക്കെ പരിചയം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചാനൽ ചർച്ചകൾ കാണുന്നവർക്കായിരിക്കും പരിചയം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ ഓൾമോസ്റ്റ് ഒരു 15 to 35 ഇടയിലുള്ള കുട്ടികൾക്ക് ഒരു 50% പോലും ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുമെന്ന് ഞാൻ തോന്നുന്നത്. നേരെ മറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് വഴിയൊക്കെ വരുന്ന ആളുകളെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇപ്പം ഞാൻ പറയും, എന്നെക്കാളും ഇരിക്കുന്ന സന്ദീപ് ജിയെക്കാളും അപ്പുചേട്ടനെക്കാളും ഒക്കെ 10 മടങ്ങ് കഷ്ടപ്പെട്ട ഒത്തിരി രാഷ്ട്രീയ പ്രവർത്തകർ നമുക്കിടയിലുണ്ട്. നിങ്ങളാരെങ്കിലും അറിയുമോ? അറിയില്ല. കാരണം അവരാരും സോഷ്യൽ മീഡിയ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ടി വിക്കാർ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് പരിചയമുള്ള ഫേസുകളുടെ ഒരു ചർച്ചയുടെ റേറ്റിംഗിലേക്ക് വരുമ്പോൾ തന്നെ സന്ദീപ് വാര്യറുണ്ട്, അല്ലെങ്കിൽ PC ജോർജ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റേറ്റിംഗ് കൂടുമ്പോൾ നിങ്ങൾ ആ പരിചയമുള്ള മുഖങ്ങളെ തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളെക്കാൾ കഴിവും പ്രാപ്തിയും കഷ്ടപ്പാടും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെയാണ്. പിന്നെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പരിചയസമ്പന്നത എന്ന് പറയുന്നത്
എപ്പോഴും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിനും ഒരു അസറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും എന്ന് വെച്ചുകൊണ്ട് ചെറുപ്പക്കാർ കടന്നു വരണ്ടേ? ചെറുപ്പക്കാർ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് എന്തെങ്കിലും പുതിയത് ചെയ്യണമെന്നുള്ള ചിന്താഗതി നമുക്കുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 60 വയസ്സ് 70 വയസ്സ് കഴിയുമ്പോൾ ഞാനൊരു അധികാര സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടം ഒന്ന് കഴിഞ്ഞു പോകണമെന്നാണ് എൻ്റെ മനസ്സിൽ ബേസിക്കലി. നേരെ മറിച്ച് 40 വയസ്സിൽ എനിക്ക് അധികാരം കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കാലഘട്ടങ്ങളിൽ എൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ഇൻതൂസിയാസം എനിക്കുണ്ട്. ആ വ്യത്യാസം സ്വാഭാവികമായിട്ടും ഭരണതലത്തിൽ വരും. പക്ഷേ ഈ 60 വയസ്സ് വരെ മുദ്രാവാക്യം വിളിച്ച ആൾക്ക് 60ാമത്തെ വയസ്സിലാണ് ഒരു അധികാരം കിട്ടുന്നതെങ്കിൽ അയാളെ മാറ്റി നിർത്താൻ പറ്റുമോ? അയാളുടെ ജീവിതം പണയം വെച്ചിട്ടുണ്ട് ആ പാർട്ടിക്ക് വേണ്ടി. അപ്പോൾ അയാളെയും ഒഴിവാക്കാൻ പറ്റില്ല. ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റണം. സ്വാഭാവികമായിട്ടും ഒരു പുതിയ തലമുറയെ രൂപപ്പെടുത്തിക്കൊണ്ട് വരേണ്ടത് ഒരു പാർട്ടിയുടെ കടമയാണ്. സോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇന്ത്യ പാർട്ടിയിൽ നിന്നില്ല, ഇപ്പോൾ കോൺഗ്രസിലാണെങ്കിലും BJP-യിലാണെങ്കിലും CPM-ലാണെങ്കിലും ഒരു റിസർവേഷൻ വിദ്യാർത്ഥികൾ കൊടുക്കുന്നുണ്ട്. കഴിവുള്ള ആളുകൾ കയറി വന്നാൽ അവരെ അങ്ങനെയൊന്നും തടയാൻ കഴിയില്ല. പെട്ടെന്ന് കയറി വരും. ഇപ്പോൾ ഏത് പാർട്ടി എടുത്ത് നോക്കിയോ നല്ല രീതിയിൽ പിന്നെ എത്രമാത്രം പൊളിറ്റിക്സിലേക്ക് എഫേർട്ട് ഇടാൻ പുതിയ തലമുറ തയ്യാറാകുന്നു എന്നുള്ളത് ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ശ്രീ അപ്പുജൻ, ഇപ്പൊ ഇവർ രണ്ടുപേരും ഈ പരിചയ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് യുവാക്കൾ, യുവത്വം, രാഷ്ട്രീയത്തിൽ അവരുടെ സാധ്യതകളാണ്. അപ്പം നമ്മൾ ഈ യുവാക്കൾ എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ബേസിക്കലി ലോകത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുപ്പമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പക്ഷേ നമ്മുടെ പാർലമെന്റേറിയൻസിന് നോക്കുകയാണെങ്കിൽ 53 വയസ്സ് ശരാശരിയാണ്. അപ്പം പൊളിറ്റിക്സിന് വേറൊരു ഏജ് ഗ്രൂപ്പ് ഉണ്ടോ പൊളിറ്റീഷ്യൻസിന്? First of all, thank you for inviting me to this wonderful event, Jain University. ഞാൻ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു 80% സ്റ്റുഡൻസാണ്. നിങ്ങളോട് ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. ഈ ഇരിക്കുന്നതിൽ എത്ര പേര് ഒരു കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റിൽ ഒരു സാലറീഡ് ജോബ് ആഗ്രഹിക്കുന്നവരുണ്ട്? എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കാവും. എത്ര പേര് ഒരു കോർപ്പറേറ്റിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇവിടെ? ആരുമില്ല. ആർക്കും ജോലി വേണ്ടേ? ഓക്കെ, ജോലി ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഒരു എന്റർപ്രണർ ആകാൻ, ഒരു ബിസിനസ് സംരംഭം തുടങ്ങുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? ഓക്കെ, എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ മേഖലയിൽ ലൈക്ക് ജോലി ചെയ്യാൻ ഒരു സാലറിയുടെ എംപ്ലോയി ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്? മെജോറിറ്റി. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു രാഷ്ട്രീയക്കാരനോ ഒരു രാഷ്ട്രീയക്കാരത്തിയോ ആകാൻ ആഗ്രഹിക്കുന്ന എത്ര യങ്സ്റ്റേഴ്സ് ഈ കൂടെയുണ്ട്? 2 പേര്. ദിസ് ഈസ് എക്സാക്ട്ലി, ഇതാണ് ഇന്ന് നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഇവിടെ നമ്മുടെ മോഡറേറ്റർ പറഞ്ഞതുപോലെ നമ്മുടെ ഇത് എത്രാമത്തെ പാർലമെന്റാണെന്നറിയാമോ? നമ്മുടെ ഇപ്പോൾ കൂടിയിരിക്കുന്ന 18ാമത്തെ പാർലമെന്റാണ്. ഈ പാർലമെന്റ് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ പാർലമെന്റിലെ ഇതുവരെ വന്ന 17 പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കാലും ഏറ്റവും പ്രായം കൂടിയ പാർലമെന്റ് ഈ പ്രാവശ്യത്തെ 56 വയസ്സാണ്. ഈ പ്രാവശ്യത്തെ പാർലമെന്റിലെ ഒരു ആവറേജ് MP-യുടെ വയസ്സ്. ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെന്റ് 1998 അന്ന് 46.4 അന്നത്തെ പ്രായം. ഒരു 25 വർഷം കൊണ്ട് 10 വയസ്സ് കൂടി ആവറേജ്. അതിന്റെ കാരണം അന്നിരുന്ന MP-മാർ തന്നെ ഇപ്പോഴും പലരും അവിടെ ഇരിക്കുന്നെന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഇവിടെ പറഞ്ഞതുപോലെ 65% നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ബിലോ 35 ആണ്. ഒരു യങ് കൺട്രി എന്ന് പറഞ്ഞില്ലേ, 65% നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ജനസംഖ്യയിൽ 65% ആളുകൾ 35 വയസ്സിൽ താഴെയാണ്. 50% ആളുകൾ 25 വയസ്സിൽ താഴെയാണ്. 2011 നമ്മുടെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയുടെ ആവറേജ് ഏജ് 27.8, അതായത് ഓൾമോസ്റ്റ് 27. അത് 2011. ഇന്നത്തെ നമ്മുടെ പാർലമെന്റിൽ അതായത് 65% വരുന്ന 35 വയസ്സിൽ താഴെ ഉള്ളവർ ഉള്ളപ്പോൾ ഇന്ന് നമ്മുടെ പാർലമെന്റിൽ 40 വയസ്സ് താഴെയുള്ള MP-മാരുടെ എണ്ണം എന്ന് പറയുന്നത് 12%. 543 MP-മാരിൽ ഒരു 54-60 പേരാണ് 40 വയസ്സ് താഴെ. അപ്പൊ ഇന്നിവിടെ കൈ പൊക്കാൻ വേണ്ടി വിമുഖത കാണിച്ച മക്കള് നിങ്ങൾ ആലോചിക്കണം. ഈ നിയമനിർമ്മാണ സഭകളില് ഈ അപ്പാപ്പന്മാർ പോയി കയറിയിരുന്ന് പഴയ ജനറേഷൻ പോയിരുന്ന് നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ വോയിസും നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പറയാൻ അവിടെ ആളില്ലെങ്കിൽ ഈ നിയമനിർമ്മാണ സഭകളെ ഉണ്ടാക്കുന്ന നിയമങ്ങളായിരിക്കും നിങ്ങൾ ഇനി ഒരു 60-70 വർഷം കൊണ്ട് ജീവിച്ചിരിക്കും.
ഇപ്പോഴുണ്ടാക്കുന്ന നിയമങ്ങളെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത് നിങ്ങളെയാണ്. ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടത് നിങ്ങളുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കണമെങ്കിൽ യുവാക്കള് പാർലമെന്റിൽ അല്ലെങ്കിൽ അസംബ്ലിയിൽ നമ്മുടെ ത്രിതല പഞ്ചായത്ത് ലെവലിലൂടെയൊക്കെ കയറിയേ പറ്റൂ. പക്ഷെ അതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇവിടെ നേരത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. നമ്മൾ പറയും ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു 25 വയസ്സുകാരനെ MP ആക്കി വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ MLA ആക്കി വിട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവിടെയാണ് സായിപ്പ് പറയുന്നൊരു കാര്യമുണ്ട്, യു ഹാവ് ടു ക്യാച്ച് ദം യങ്. ചെറുപ്രായത്തിൽ തൊട്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ പറയുന്ന സിവിക് സെൻസും പൊളിറ്റിക്കൽ പോളിസി മേക്കിംഗ്, ഗുഡ് ഗവേണൻസ് എന്നൊക്കെ ചെറിയ ചെറിയ ഡോസ് കൊടുത്ത് പിള്ളേരെ പഠിപ്പിച്ചു കൊണ്ടുവരിക, ഒരു മെന്ററിങ് സിസ്റ്റം കൊണ്ടുവരിക. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ലെവലുകളിൽ വനിതകൾക്ക് 50% സംവരണമുണ്ട്. നമുക്ക് എങ്ങനെ കൂടുതൽ യുവാക്കളെ കൊണ്ടുവരാൻ പറ്റും? നമ്മൾ ലെജിസ്ലേഷൻ ഉണ്ടാക്കണം. ഇപ്പം എന്താ പറയുക, ഒരു ഹാർഡ് കോർ ആയിട്ടൊന്നും മാറണ്ട, പതുക്കെ മാറിയാൽ മതി. ഒരു 40 വയസ്സിൽ താഴെ ഉള്ള ആളുകൾക്ക് ഒരു 20% സംവരണം നമ്മുടെ ഈ എല്ലാ ബോഡികളിലും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരാൻ നിർബന്ധിതരാകും. അപ്പൊ എന്ത് ചെയ്യും? പൊളിറ്റിക്കൽ പാർട്ടികൾ അവരുടെ യങ്സ്റ്റേഴ്സിനെ അവർ ട്രെയിൻ ചെയ്യും, അവർക്ക് ഒരു മെന്റർഷിപ്പ് കൊടുക്കും. അപ്പൊ ഒത്തിരി ചോദ്യങ്ങൾ വരാം. എക്സ്പീരിയൻസ് ഇല്ലാതെ, ഒരു തൊഴിലില്ലാതെ എങ്ങനെയാ അവൻ ജീവിക്കുന്നത്? 25 വയസ്സായവന് കോളേജിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നേരെ രാഷ്ട്രീയത്തിൽ കയറിയ അവന് വരുമാനമില്ല. ദാറ്റ് വിൽ ലീഡ് ടു കറപ്ഷൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതി മാറേണ്ട സമയം. ഒരു 24/7 ജോലി എന്നുള്ളത് മാറ്റിയിട്ട് സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം കുടുംബം നോക്കാനും പറ്റുന്നവനെ സ്വന്തം രാജ്യത്തെ നോക്കാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയിട്ട് യു ഷുഡ് ബ്രിങ് ഇൻ മോർ entrepreneurs and more people who are willing to work hard, who can stand on their own legs. അവരുടെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണം രാഷ്ട്രീയത്തിൽ. അല്ലെങ്കിൽ രാഷ്ട്രീയം അഴിമതി കൊണ്ട് നിറയും. കാരണം അവന് വേറെ വരുമാന മാർഗമില്ല, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഫോർ ഫ്രണ്ട് ഓഫ് പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന യൂത്ത് വരണമെങ്കിൽ വി ഹാവ് ടു മേക്ക് പോളിസി ചേഞ്ചസ് ഇൻ ദിസ് കൺട്രി. ദാറ്റ് ഇസ് എ ഗിവൺ. അപ്പോൾ താങ്ക് യു. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അത് എങ്ങനെ സോഷ്യൽ മീഡിയ കറക്റ്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് ഞാൻ പേഴ്സണലി കണ്ടതിനെ കൂടി ചോദിക്കുകയാണ്. അപ്പം നേരത്തെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു എത്ര പേർക്ക് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടെന്ന്. അപ്പം അവരുടെ ഒരു രാഷ്ട്രീയം എന്നതിൻ്റെ നിർവചനം ഒരുപക്ഷെ വേറെയാണ്. ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് അല്ലെങ്കിൽ പ്രളയം ഉണ്ടായ സമയത്ത് യുവാക്കളായിരുന്നു നമ്മുടെ ഫോർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത്. അപ്പം അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തോടുള്ളൊരു പ്രതിബദ്ധത എന്ന് പറയുന്നത് വേറെ, അവരുടെ കൺസെപ്റ്റ് വേറെയാണ്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാം. ഞാൻ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ വരരുത് എന്നോ അല്ല, ആ രീതിയിലല്ല പറഞ്ഞു. ഞാൻ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ച സമയത്ത് എക്സ്പീരിയൻസ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലും നല്ലതാണ് എന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ വന്നാൽ മാറ്റം ഉണ്ടാവും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലായിരുന്നു. ഞാൻ 25 വർഷം മുൻപ് പ്രവാസിയായിട്ട് സൗദി അറേബ്യയിലുണ്ടായിരുന്നു. സൗദി അറേബ്യയല്ല ഞാൻ ഈ 1/4 നൂറ്റാണ്ടിന് ശേഷം അവിടെ വീണ്ടും പോയപ്പോൾ കണ്ടത്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റം. 25 വർഷം മുൻപ് വളരെ യാഥാസ്ഥിക സ്വഭാവമുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും യാഥാസ്ഥിക സ്വഭാവമുള്ള ഒരു ഭരണകൂടം നിലനിന്നിരുന്ന, സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ അനുവാദമില്ലാത്ത, സ്ത്രീകൾക്ക് ഒരു പുരുഷന്റെ സാന്നിധ്യമില്ലാതെ വീടിന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ, അധികമൊന്നുമില്ല, 5 വർഷത്തിനുള്ളിൽ സംഭവിച്ചിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ്. അതിന് കാരണമായത് സൗദി അറേബ്യയുടെ ഭരണാധികാരി, MBS എന്ന് വിളിക്കപ്പെടുന്ന അവിടുത്തെ പുതിയ ഭരണാധികാരി, വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഭരണാധികാരി വരുന്നു. അദ്ദേഹം എടുത്തിട്ടുള്ള മാറ്റം, നയപരമായിട്ടുള്ള മാറ്റമാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ സൗദി അറേബ്യയെ ഒരു വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് മാറ്റിയിരിക്കുന്നു. ഞാൻ പറയുന്നത് 100% ദുബായിയാക്കി മാറ്റി എന്നല്ല. പക്ഷേ 23 വർഷം മുമ്പ്, 25 വർഷം മുമ്പ് 10 വർഷം മുമ്പ് സൗദി അറേബ്യ എന്തായിരുന്നോ ആ സൗദി അറേബ്യയെ അല്ല ഇന്ന്. സ്ത്രീകൾ കാർ ഓടിക്കുന്നു, അവർ പുറത്തേക്ക് വളരെ ഫാഷനബിൾ ആയിട്ട് ഡ്രസ്സ് ധരിച്ച് പുറത്തു പോകുന്നു. പിന്നെ അതുപോലെ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ കൊണ്ട് റിയാദ് നഗരമൊക്കെ നിറച്ചിരിക്കുന്നു. അത്ഭുതപ്പെട്ടു. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആള്, വിദേശ പഠനമൊക്കെ തേണ്ടിയിട്ടുള്ള ഒരാൾ, ലോകത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള ഒരു ചെറുപ്പക്കാരൻ ഭരണാധികാരിയായപ്പോൾ സംഭവിച്ചിട്ടുള്ള മാറ്റമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രായം എനിക്ക് തോന്നുന്നു അറൗണ്ട് 35-38 ആണെന്ന് തോന്നുന്നു.
അദ്ദേഹത്തിന് ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം കഴിഞ്ഞ 5-6 വർഷത്തിനുള്ളിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം ഒരു രാജ്യത്തെ എങ്ങനെ മാറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. നമ്മുടെ രാജ്യത്തും അതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ കാലഘട്ടം നമ്മുടെ രാജ്യത്തെ കണ്ടില്ല, ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കിട്ടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ സമയത്ത്. അദ്ദേഹത്തെക്കുറിച്ച് എതിരാളികൾ എന്തൊക്കെ പറഞ്ഞാലും ആ 5 വർഷം ഇന്ത്യക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് അത്ഭുതകരമായിരുന്നു. അന്നത്തെ കാലത്ത് ട്രങ്ക് കോൾ മാത്രം ചെയ്തിരുന്ന ഒരു രാജ്യത്തെ ടെലികോം വിപ്ലവം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയുടെ സാം പിത്രോഡയെ കൊണ്ടുവന്ന് രാജ്യത്തൊരു ടെലികോം വിപ്ലവം ഉണ്ടാക്കാൻ രാജീവ് ഗാന്ധി കാണിച്ചിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ടല്ലോ. അതല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള അന്നത്തെ കാലത്ത് ഏറ്റവും പഴയ കാറുകൾ മാത്രം ഓടിയുന്ന ഇന്ത്യയിൽ പുതിയ കാറുകൾ ഉണ്ടാവണം, പുതിയ വാഹനങ്ങൾ ഉണ്ടാകണം. അതൊക്കെ അന്നത്തെ സമയത്ത് ഒരു വലിയ തോട്ടാണ്, ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള തോട്ടാണ്. ഇതൊക്കെ ഉണ്ടാവാൻ സാധിച്ചത് ഒരു യങ് ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്ക് വന്നപ്പോഴാണ്. വലിയ മാറ്റം ഉണ്ടായി. അപ്പം രാജീവ് ഗാന്ധി സെറ്റ് ചെയ്തൊരു പാരാമീറ്ററിനെയാണ് പിന്നീട് വന്ന ആളുകൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ വന്നുകൊണ്ട് തന്നെയാണ്. മറ്റൊന്ന്, ഇപ്പം രാഷ്ട്രീയത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞാൽ 50 വയസ്സ് എന്ന് പറഞ്ഞാൽ ചെറുപ്പമാണ്. ഞാൻ ചോദിക്കട്ടെ, ലൈറ്ററിനോട് ചോദിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാര് മരിക്കുന്ന പ്രായം എന്തായിരിക്കും അല്ലേ? സാധാരണ മനുഷ്യര്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, സാധാരണ മനുഷ്യരൊക്കെ 70-80 ആവുമ്പോൾ വീട്ടിൽ വല്ലാതിരിക്കും. പക്ഷെ രാഷ്ട്രീയക്കാരൊക്കെ ഇന്ത്യയിലെ പ്രധാന 100 വയസ്സാണ്, സെഞ്ചുറി അടിക്കുന്നവരാണ് അല്ലേ? എന്തുകൊണ്ടാ? കാരണം ഞാൻ പറയാം, ഞാൻ 74 വയസ്സുള്ള എന്റെ അപ്പൻ എന്നെയൊക്കെ ചെറുപ്പം എപ്പോഴും. അതെ, ഷോണിനേക്കാൾ കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന അപ്പം തന്നെയാണ്. സാധാരണഗതി തിരിച്ചാണ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നോക്കൂ, ഇപ്പൊ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന യാത്ര അത്രയാണ്. ഒരു ദിവസം മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ഇവൻ ഫാമിലിയെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഇന്നലെ മാത്രം ഞാൻ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, എത്ര പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള എനിക്കറിയാവുള്ളൂ. അപ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് അടുത്ത പ്രദേശത്തേക്ക് ഇങ്ങനെ പറക്കണം. ഇപ്പൊ ഇന്നലെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒപ്പമുള്ള വേറെ ഒരു നേതാവ് എൻ്റെ കാർ കയറി പറഞ്ഞു, എൻ്റെ കാറിനേക്കാൾ വേഗതയുള്ള 2 കാര്യങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഓടുന്നുള്ളൂ. ഒന്ന് വന്ദേ ഭാരതും, 2 ഇൻഡിഗോ ആണ്. അപ്പോൾ അതുപോലെ ഓടിയാൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത പരിപാടിക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആരോഗ്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ പ്രായം എനിക്ക് തോന്നുന്നു പലരും 90-100 ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ 50 വയസ്സ് വരെ ചെറുപ്പമാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. നേരത്തെ ഈ യുവാക്കൾക്ക് സംവരണം വേണമെന്ന് പറഞ്ഞു, ഷോണിനോടാണ്, യുവാക്കൾക്ക് സംവരണം വേണമെന്ന് പറഞ്ഞു. അതുപോലെ ഈ ആളുകൾക്ക് ഈ പൊളിറ്റീഷ്യൻസിന് ഒരു റിട്ടയർമെന്റ് ഏജിനെ പറ്റിയുള്ള ഒരു ആലോചന വന്നാൽ എങ്ങനെയായിരിക്കും? അതിന് അല്ല, അതിനൊരു സാധ്യതയുണ്ടോ? കാരണം ഇപ്പോഴും ജനങ്ങളെ സേവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ പലരും കടിച്ചു പോകും. കാരണം ജനങ്ങളെ സേവിക്കാൻ ഒരുപക്ഷെ അധികാരത്തിന്റെ അല്ലെങ്കിൽ ഇന്ന സ്ഥാനത്തിന്റെയോ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു റിട്ടയർമെന്റ് ഏജ് ഒക്കെ പൊളിറ്റിക്സിൽ സാധ്യമാണോ? അതിന് സമ്മതിക്കുമോ നമ്മുടെ നേതാക്കൾ? പലരും ഇപ്പൊ ഞാൻ പറയട്ടെ, ജോസഫ് സാർ, ഉദാഹരണമായ ജോസഫ് സാർ ഇല്ലാത്ത കേരള കോൺഗ്രസ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. ഓരോ വ്യക്തികളുടെ വ്യക്തിപ്രഭാവം ഒരു വലിയ ഘടകം തന്നെയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി ഇല്ലാത്ത BJP കുറിച്ച് ചിന്തിക്കാൻ പറ്റും? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നരേന്ദ്രമോദി ഇല്ലാത്ത ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ പറഞ്ഞത്, എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഗുണവും ദോഷവും ഉണ്ടായി. പക്ഷേ അവരവരുടെ ആരോഗ്യ അവസ്ഥ, അവനവൻ്റെ ആരോഗ്യ അവസ്ഥ എന്നുള്ളത് മാത്രം അതിനകത്തൊരു ഘടകമാക്കിയാൽ മതി. ഞാൻ പറഞ്ഞത്, പക്ഷേ ഇവിടെ അപ്പുച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം, 20% റിസർവേഷൻ എന്ന് പറയുന്നത് യുവാക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും ഈ 20% കയറി വരുന്നാൽ ആഫ്റ്റർ 25 years 60 വയസ്സിൽ താഴെയുള്ള ഒരു 100% നമുക്ക് കിട്ടും. അത് ഒരു വലിയ ഫാക്ടറാണ്. ആവറേജ് വരുമ്പോൾ നമുക്കൊരു ബിലോ 50 എന്ന നിലയിലേക്ക് നമുക്ക് ആവറേജിനെ കൊണ്ടുവരാൻ പറ്റും. ഒരു നല്ല നിർദ്ദേശമാണ്. പക്ഷേ ഇവിടെ ഒരാൾ കൈവക്കിയ ആളെ എനിക്ക് ഒന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കാരണം കൈവക്കിയവരൊന്ന് എഴുന്നേറ്റിരിക്കാവോ? ഒരു നല്ല കയ്യടി കൊടുക്കും. കാരണം 2 പേര്, ഞാനത് അത്ഭുതത്തോടു കൂടി കാണുന്നത്. അപ്പുച്ചേട്ടൻ ചോദിക്കാത്തൊരു ചോദ്യം കൂടെ ഉണ്ട്. ഈ കൂടെ ഇരിക്കുന്നതിൽ വിദേശത്തേക്ക് ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളവരെന്ന് കൈവക്കാവോ? ആ 2 പേരൊന്ന് എഴുന്നേറ്റിരിക്കണം. 2 പേര്, ആ 2 പേരൊന്ന് എഴുന്നേറ്റിരിക്കണം. 3 പേര്. അവർക്കൊരു ഹാറ്റ്സ് ഓഫ് പറയാതിരിക്കാൻ പറ്റില്ല.
ഞാൻ ഒരുപക്ഷെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ കോളേജിന്റെ അല്ല പോളിസിക്ക് എതിരായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിക്ക് എതിരായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഉള്ളൊരു പ്രശ്നം ഞാൻ ഇതിനകത്ത് ഞാൻ ഇവിടെ ചോദ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്, ഈ ടോപ്പിലേക്ക് വന്നുകൊണ്ട് ഞാനൊന്ന് വ്യതിചലിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഇന്റലക്ച്വൽ ഡ്രെയിനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 96 കുട്ടികൾ A+ നേടിയ 96 കുട്ടികൾ പങ്കെടുത്ത ഒരു പരിപാടി, ഞാൻ അടുത്ത അവാർഡ് ദാനം. ഞാൻ അവരോട് ഇതേ ചോദ്യം ചോദിച്ചു. അപ്പം മാതാപിതാക്കൾ പുറകിരിപ്പുണ്ട്, അവരെല്ലാം എത്തി ഒലിഞ്ഞു നോക്കി എൻ്റെ കൊച്ചു കൈവെക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതിനകത്ത് 4 പേര് കൈവക്കി. ഒരാൾ പറഞ്ഞു എൻ്റെ അപ്പൻ പ്രൊഫസറാണ്, എനിക്ക് പ്രൊഫസറാണ്. 2 പേര് പറഞ്ഞു എൻ്റെ അപ്പൻ ഞങ്ങളുടെ മാതാപിതാക്കള് ബാങ്ക് ജോലിക്കാരാണ്, ബാങ്ക് ജോലിക്ക് വേണ്ടി. ബാക്കി പിന്നെ ഒരാൾ പറഞ്ഞു ഞാൻ പോകുന്നില്ല ഏട്ടാ, ഞാൻ ഇവിടെ തന്നെ ഉള്ളത് പറഞ്ഞു. പക്ഷേ ബാക്കി 92 കുട്ടികൾ പറക്കാൻ നിൽക്കുകയാണ് +2 കഴിഞ്ഞ്. ഞാൻ നിങ്ങളോട് ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും നല്ല തലച്ചോറാണ്. ഇന്ത്യ ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത്, ഇന്ത്യയുടെ യുവത്വത്തിലേക്കാണ് ഇന്ത്യയെ ലോകം ഉറ്റുനോക്കുന്നത്. ആ യുവത്വം വിദേശത്ത് പോയി സായിപ്പിന്റെ പാത്രം കഴുകാൻ പോകരുത്. ഞങ്ങളുടെ ആവശ്യം അതേ ഉള്ളൂ. നിങ്ങൾ പോവോ, വിദേശത്ത് പോകോ. അത് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ സംഭവമാണ്, സംഭവിക്കും. നമ്മൾ എത്ര തടഞ്ഞാലും ഈ മൈഗ്രേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആ മൈഗ്രേഷൻ നിങ്ങൾ പോകുന്നത് നിങ്ങൾ സ്കിൽഡ് ലേബേഴ്സായി, അല്ലെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസപരമായി നല്ല രീതിയിൽ എത്തിയിട്ട് അങ്ങോട്ട് പോകണം. അല്ലാതെ ഇവിടുന്ന് +2 കഴിഞ്ഞിട്ട് അവിടെ സാഹിബിന്റെ ഞാൻ പറഞ്ഞ ഈ 92 കുട്ടികളിൽ മിനിമം 10 പേര് സിവിൽ സർവീസ് ട്രൈ ചെയ്യും, മിനിമം ഒരു 20 പേര് MBBS ട്രൈ ചെയ്യും. അത് പിന്നെ ഉള്ളവർ മാനേജ്മെന്റ് സൈഡിൽ നിൽക്കും, അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് ട്രൈ ചെയ്യും. അപ്പം നമ്മുടെ ഇടയിലെ മികച്ച തലച്ചോറുകൾ എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റുന്ന A+ നേടിക്കുന്നതാണ് ബുദ്ധിയുടെ അടിസ്ഥാനം എന്ന് ഞാൻ പറയില്ല. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് A+ ഒന്നും കിട്ടിയിട്ടില്ല. സന്ദീപ് കിട്ടിയിട്ടുണ്ടോ ചേട്ടനോ? അന്ന് അത് A+ ചേട്ടൻ പറയത്തില്ല. അപ്പം അതുകൊണ്ട് ബുദ്ധിയുടെ അടിസ്ഥാനം A+ ആണെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ എല്ലാ വിഷയത്തിനും A+ ഇട്ട കുട്ടികളെ നമുക്ക് നല്ല തലച്ചോറുകൾ എന്ന് പറയാം. ഈ കുട്ടികളാണ് വിദേശത്ത് പോയി പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനും സായിപ്പിന്റെ, ആ വാക്ക് ഉപയോഗിക്കാൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, സായിപ്പിന്റെ എച്ചിൽ വെറുക്കാനും നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് വിദ്യാഭ്യാസപരമായി നിങ്ങൾ സ്വയം ശക്തരായതിനു ശേഷം നിങ്ങൾ ലോകത്ത് എവിടെ വേണമെങ്കിലും പോകും. ഈ രാജ്യത്തിന് നഷ്ടപ്പെടുന്നത്, ഈ രാജ്യത്തിന്റെ നല്ല തലച്ചോറുകളെ നമുക്ക് നഷ്ടപ്പെടാൻ കഴിയില്ല. നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിന് നമ്മൾ എതിരില്ല. പക്ഷേ നിങ്ങൾ പോകുന്നത് ഈ പർപ്പസിലാണ്. പിന്നെ യുവാക്കൾ പൊളിറ്റിക്സിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് അതിന് നിങ്ങളൊരു വലിയ കാരണക്കാരാണ്. നിങ്ങൾ ഈ ചാനലിൽ വൈകുന്നേരം ഇരുന്ന് തള്ളുന്ന നെഗറ്റീവ് കാരണമാണ് പകുതി പിള്ളേർക്ക് പൊളിറ്റിക്സിനോട് താല്പര്യമില്ലാത്തത്. ഒരു ദിവസം സന്ദീപിനെ മോശമാക്കും, ഒരു ദിവസം എന്നെ മോശമാക്കും, ഒരു ദിവസം അപ്പുചേട്ടനെ മോശമാക്കും. ഇപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങളെല്ലാം മോശക്കാരാണ്. ശരിക്കും പറഞ്ഞ് ഇതിനകത്ത് ഈ പൊളിറ്റീഷ്യൻസിൽ 10% ആളുകളെ മോശക്കാരുള്ളൂ. ബാക്കി 90% അവനവന്റെ പോക്കറ്റിൽ നിന്ന് കാശും കളഞ്ഞ് ജീവിതവും കളഞ്ഞ്, സത്യം പറഞ്ഞാൽ എന്റെ പെമ്പർമൂത്തിയൊക്കെ ഇട്ടിട്ട് പോകാത്ത ദീപാരഗ്രഹം കൊണ്ടാണ്. സത്യം, ഞാൻ ചുമ്മാ പറയുന്നല്ല. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 7ാം ദിവസം. അപ്പൊ അവള് വിട്ടു. ഞാൻ അവളെ കിടന്ന് എന്താന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഇതാണ് ഓരോ സാഹചര്യം. ഇപ്പൊ സന്ദീപ്ജി പറഞ്ഞു നീ ഇവിടുന്ന് എങ്ങോട്ടാണ്. ഞങ്ങളൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. പക്ഷെ എങ്കിലും ഞങ്ങളുടെയൊക്കെ ഒരു എഫേർട്ട് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ ഈ TV ചാനലിൽ വന്ന് ചിരിച്ചോണ്ടിരിക്കുന്ന അറിയത്തുള്ളൂ. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഇത് വളരെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് മറ്റൊരു സൈഡും കൂടെ ഉണ്ട്. ഞങ്ങളൊക്കെ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല. അപ്പൊ ചേട്ടൻ നല്ലൊരു കൃഷിക്കാരനാണ്, ഞാനും അത്യാവശ്യം നല്ലൊരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ്സുണ്ട്. ഞാൻ പറഞ്ഞത് പൊളിറ്റിക്സ് വിറ്റ് ജീവിക്കുന്നവരില്ല എന്നൊന്നും ഞാൻ പറയുന്നത്. ഇത് ഉപജീവനമായി കരുതുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷേ ഈ സമൂഹം, ഈ രാജ്യത്തിന് വേണ്ടി കുറെ ആൾ, ഞങ്ങളെല്ലാം ദേശസ്നേഹം കൊണ്ട് ഈ രാജ്യത്ത് 24 മണിക്കൂർ സേവിക്കുന്നുണ്ട്. ഞാൻ മഹാത്മാഗാന്ധിയാകാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഉള്ളിലൊരു ഫയറുണ്ട്. അവനവന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അവനവന്റെ. പക്ഷേ ആത്യന്തികമായി ഞങ്ങൾക്ക് ഈ രാജ്യം എന്നുള്ള വികാരമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനെ മെനക്കെട്ട് നടക്കുന്നത്. നാളെ എവിടെയെങ്കിലും എത്തുമോ? നമുക്കൊരു ഉറപ്പില്ല നാളെ എവിടെയെങ്കിലും എത്തുമോ. എനിക്കൊരു ഉറപ്പില്ല. എവിടെയെങ്കിലും എത്താൻ കഴിയും നമുക്കൊരു വിശ്വാസമില്ല. പക്ഷെ അങ്ങനെ കുറച്ച് ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്നത്. നമ്മുടെ മുമ്പ് അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു വലിയ സമൂഹം, നമ്മുടെ കുറെ നേതാക്കന്മാരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നീ കാണുന്ന നിലയിൽ നമ്മുടെ രാജ്യം എത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു തലമുറയും ഈ രാജ്യമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് ഫേസ്ബുക്കിലെയും വാട്സപ്പിലെയും ലൈക്ക് ബട്ടൺ കൊണ്ട് അവസാനിച്ചാൽ ഈ രാജ്യത്ത് ഈ രാജ്യത്തെ മുമ്പോട്ട് നയിക്കാൻ അടുത്ത ഒരു തലമുറ ഇല്ലാതായി പോകും എന്നുള്ളൊരു പ്രതിസന്ധി
ഞാൻ പരാതിയായി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഞങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ കൂടെ കുറ്റമാണ്. കഴിവുള്ള ചെറുപ്പക്കാർ കടന്നു വന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അവർക്ക് സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നേരത്തെ മൈഗ്രേഷനെ പറ്റി സംസാരിച്ചപ്പം ശ്രീ സന്ദീപ് വാര്യപ്പം, പണ്ട് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് ആളുകൾ വിദേശത്തേക്ക് പോയിരുന്നത് ജോലിക്കായിരുന്നു. ജോലിക്ക് പോകുന്നു, അവർ തിരിച്ചു വരുന്നു, കുടുംബത്തിൽ നിന്ന് ഒരാൾ ജോലിക്ക് വേണ്ടി പോകുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ കുട്ടികൾ +2 കഴിയുമ്പോഴേക്കും അവർക്ക് താല്പര്യമില്ലാത്ത കോഴ്സാണെങ്കിലും കൂടി വിദേശത്തേക്ക് പോകാം. ഇപ്പം ഈ യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പം ഏറ്റവും മോശം റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി ഒക്കെ ആയിരിക്കും ബെലാറസിലൊക്കെ ഉണ്ടാവുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഏകദേശം 1,00,000-ഓളം മലയാളികളെയാണ് അവിടെ കുടുങ്ങി കിടന്ന് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടത്. അപ്പം അവർ റാങ്കിങ് നോക്കുന്നില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി, ഇപ്പം പണ്ടൊക്കെ സർക്കാർ ജോലിയാണ് കല്യാണത്തിന് ഒരു ഫാക്ടറിയിൽ. ഇപ്പം സ്ഥിരം PR ഉണ്ട്. അത് ഏത് കൺട്രി ആണെങ്കിലും ശരി, സ്ഥിരം PR ഒരു ക്വാളിഫിക്കേഷനായി മാറിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും യുവാക്കൾക്ക് ഇവിടെ വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോയാൽ മതി എന്നുള്ളൊരു തോട്ട് വരുന്നത്? ഇതിൽ ഷോൺ പറഞ്ഞ ചില കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ട്. ചില കാര്യങ്ങളിൽ ഇപ്പം അദ്ദേഹം ആവശ്യപ്പെട്ട ചില കാര്യങ്ങളിൽ പറഞ്ഞ് ശരിയാണെങ്കിൽ പോലും അവരുടെ ചില പ്രശ്നങ്ങളും അതിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളെല്ലാവരും മൈഗ്രേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈ ജെഎൻയു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനപ്പുറം വരെ ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ എലിജിബിൾ ആയിട്ടുള്ള ജോലി കിട്ടാനുള്ള എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയത് എന്ന ചോദ്യം തിരിച്ചു വരും. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള ജോലി കിട്ടാനുള്ള എന്ത് സാഹചര്യമാണ് കേരളത്തിലുള്ളത്? അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് നിയമസഭയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് MBA പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു കുട്ടിക്ക് കേരളത്തിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ്. 15,000 രൂപയ്ക്ക് കൊച്ചിയിൽ ഇവരെങ്ങനെ ജീവിക്കും? അപ്പൊ പിന്നെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണമെന്ന് കുട്ടികൾ വിചാരിച്ചാൽ നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. അത് ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം. 2, എനിക്ക് തോന്നുന്നത് സെന്റർ ഫോർ പോളിസി റിസർച്ചും അതുപോലെ തന്നെ കഴിഞ്ഞ ലോക കേരള സഭയ്ക്കും ഇത് സംബന്ധിച്ച്, മൈഗ്രേഷൻ സംബന്ധിച്ച് വലിയൊരു പഠനം നടന്നിട്ടുണ്ട്. ആ പഠനത്തിന് റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ രീതിയിലേക്കാണ് കേരളത്തിലെ മൈഗ്രേഷൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു 5-6 വർഷം മുമ്പ് വിദ്യാഭ്യാസത്തിന് വേണ്ടി 20,000 പേരോ 25,000 പേരോ വർഷം വരുന്നെങ്കിൽ ഇന്നത് എനിക്ക് തോന്നുന്നു 1,00,000-ലധികം പേര് പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് കേരളത്തിൽ. നേരത്തെ ജോലിക്ക് വേണ്ടിയാണ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന ഒരാളും പിന്നീട് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നില്ല. 2, യൂറോപ്പിലേക്കും അമേരിക്കയിലൊക്കെ പോകുന്ന ആളുകൾ കേരളത്തിൽ അങ്ങനെ റെമിറ്റൻസ് അയക്കുന്നുമില്ല. ഇപ്പൊ GCC കൺട്രീസിൽ പോകുന്ന ആളുകൾ പരമാവധി പണം തിരിച്ച് നാട്ടിലേക്ക് അയക്കും. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ പോകുന്ന ആളുകൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം, മാക്സിമം അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പൊ അവരുടെ സ്പെൻഡിങ്ങും ഇവിടെ ഉണ്ടാകുന്നില്ല. അതായത് കേരളത്തിന്റെ എക്കണോമിക്ക് ഒരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മൈഗ്രേഷൻ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്ന് വിചാരിക്കണം. ഒന്ന്, ഇവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. അതുണ്ടായാൽ മാത്രം പോരാ, നല്ല സാലറി കിട്ടണം. അത് കിട്ടിയാൽ പോരാ, കേരളത്തിൽ ലിവിങ് സ്റ്റാൻഡേർഡ് നന്നായിരിക്കണം. കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാൻ ചോദിക്കട്ടെ, ഞാൻ കഴിഞ്ഞ ന്യൂ ഇയറിന് ദുബായിലായിരുന്നു. പുലർച്ചെ 4-5 മണി വരെ അവിടെ ആഘോഷമാണ്. ജനുവരി 1-ാം തീയതി ആ രാജ്യത്തെ ഗവൺമെന്റ് അവിടെ അവധി കൊടുത്തിരിക്കുകയാണ്. 30-ാം തീയതി രാത്രി അടിച്ചു പൊളിക്കട്ടെ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ കേരളത്തിലോ? ഡിസംബർ 30-ാം തീയതി കേരളത്തിലെ പോലീസ് നിങ്ങളോട് ചെയ്തതെന്താ? അല്ലേ, 10 മണിക്ക് കടപൂട്ടി പോകാൻ പറഞ്ഞില്ലേ? 10 മണിക്ക് ന്യൂ ഇയർ, ഡിസംബർ 31 രാത്രി 10 മണിക്ക് ന്യൂ ഇയർ ആഘോഷം അവസാനിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ഈ കുട്ടികൾ നിൽക്കാൻ ആഗ്രഹിക്കുമോ? മിനിമം അതിനുള്ള അർഹതയെങ്കിലും ഇവിടുത്തെ കുട്ടികൾക്കില്ലേ ന്യൂ ഇയർ ആഘോഷിക്കാൻ? കേരളം ഇതുപോലത്തെ ഒരു സ്ഥലമായിട്ട് മാറ്റിയതാരാ? ഇനി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, മുടി ഒന്ന് നീട്ടി വളർത്തി കഴിഞ്ഞാൽ അപ്പാവൻ കഞ്ചാവാ? പോലീസിന്റെ ഉപദ്രവം. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബൈക്കിൽ പോകുന്ന സമയത്ത് അല്ലേ, പുതിയൊരു മോഡൽ ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ പോലീസുകാരന്റെ ഉള്ളിൽ ആദർശം കൊണ്ട് ഉയരും. അതേ സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ അവന്റെ കാറില് എല്ലാ മോഡിഫിക്കേഷനും ചെയ്ത് മുഴുവൻ വിൻഡോസും മറച്ചു വെച്ച് പോയാൽ ഒരാളും കൈ കാണിക്കാൻ ധൈര്യപ്പെടില്ല. ഇതെല്ലാം ഉള്ള ഒരു നാട്ടിൽ ഇവിടുത്തെ യുവാക്കൾ ഇത്രത്തോളം യുവാക്കളെ ദ്രോഹിക്കുന്ന മറ്റൊരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തെ പോലെ. കേരളത്തിന് ഇതേ ആളുകൾക്ക് കോയമ്പത്തൂരിൽ പോയി കഴിഞ്ഞാലും ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാലും അവർക്ക് സുന്ദരമായിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാം. ഇവിടുത്തെ സൊസൈറ്റിയുടെ പ്രശ്നമുണ്ട്. 10 മണിക്ക് ശേഷം പാട്ടൊന്ന് ഉറക്കം വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലാളെ പോലീസിനെ വിളിക്കും, അല്ലേ?
ലോകത്തെ മുഴുവൻ ബീവറേജസിന്റെ ഔട്ട്ലെറ്റും തുറന്നു വെച്ച് ആ ബീവറേജസിന്റെ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ബാറിന്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കൈ കാണിക്കാൻ മീറ്ററുമായിട്ട് പോലീസുകാരെ നിൽക്കുന്നുണ്ടാവും. ഇതെന്ത് സ്ഥലം? കുറച്ചുകൂടി ലിബറൽ ആവണം. ലോകത്ത് വളരെ ഒതോറിറ്റേറിയൻ ആയിട്ടുള്ള ഗവൺമെന്റുകൾ നിൽക്കുന്ന രാജ്യത്തെ കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്യുന്നയാളല്ല. പക്ഷേ കേരളം പോലെ പുരോഗമന സമൂഹം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് യുവാക്കൾക്ക് അവരുടെ യുവത്വത്തോടെ ജീവിക്കാനുള്ള ഒരു അവകാശവും കൊടുക്കാത്ത ഒരു ഭരണകൂടം നിൽക്കുന്നു. നിങ്ങൾ മിനിമം ആലോചിച്ച് നോക്ക്. ഒരു ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ പൊട്ടെ ഉടനെ ചെയ്തത് എന്താ? എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും വെള്ള പെയിന്റ് അടിക്കണം എന്ന് പറഞ്ഞു. എന്തൊരു സ്ഥലം ഇത്! ആ ടൂറിസ്റ്റ് ബസ്സിന്റെ ഉള്ളിൽ കുട്ടികൾ ഒരു ടൂർ പോയി കഴിഞ്ഞ് ഉറക്ക പാട്ട് വെച്ച് ഡാൻസ് കളിച്ചാൽ അപ്പോ പ്രശ്നമാണ്. ഇതൊക്കെ കേരളത്തിൽ പ്രശ്നം. അപ്പൊ ഇവിടെ ആളുകൾ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ നിൽക്കാൻ യുവാക്കൾക്ക് പറ്റുന്ന സാഹചര്യം കൂടി ഉണ്ടാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് അവരുടെ യുവത്വത്തിനെ ആഘോഷിക്കാൻ വിടണം. യുവത്വം ആഘോഷിക്കാനുള്ളതാണ്. യുവത്വത്തെ കാണുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു എന്താ പറയാ തന്ത വൈപടിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് എന്ന് പറയാറുള്ളത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഞങ്ങളെപ്പോലുള്ള ആളുകൾ നല്ല രാഷ്ട്രീയ ഇപ്പൊ ഞാൻ കോൺഗ്രസ് പാർട്ടിയിലുള്ളത്. എനിക്കറിയാം ഷാഫി, രാഹുൽ, എന്താ പറയാ അതിനുള്ളിൽ പോകുന്ന സമയത്താണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ തന്തവൈബിനെ കുറിച്ച് എനിക്ക് തന്നെ ബോധ്യപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബാലൻ സിനിമ റിലീസായ കാലത്ത് ബസ് കിട്ടാത്ത ഒരുപാട് പേരിരിക്കുന്ന പാർട്ടി ഓഫീസുകൾ കേരളത്തിലുണ്ട്. അതൊന്ന് മാറണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇത് ഞാനൊന്ന് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ഈ സന്ദീപ് പറഞ്ഞ അതേ വിഷയമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള പോളിസികൾ നിൽക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യുവാക്കൾ ഭരണത്തിൽ കയറാത്തതിന്റെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭരണകൂടം ഉണ്ടാക്കുന്ന, ഇദ്ദേഹം പറഞ്ഞു തന്ത വൈബ്, ഞാൻ നേരത്തെ പറഞ്ഞ കാർന്നോന്മാരെന്നാ പറഞ്ഞേ, ആ ഒരു വൈബിൽ നിൽക്കുന്ന ആളുകൾ ഇവിടെ നിയമനിർമ്മാണം നടത്തുമ്പം ഇതായിരിക്കും ഫലം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, യുവജനങ്ങള് നമ്മുടെ ഭരണ സംവിധാനത്തിലും നമ്മുടെ നിയമനിർമ്മാണ സഭയിലും എത്തിക്കഴിഞ്ഞാൽ ഇതിന് തീർച്ചയായിട്ടും മാറ്റമുണ്ടാവും. ഒരു സൈഡ് നോട്ടും കൂടെ, ഞാൻ എന്തുകൊണ്ടാണ് യുവാക്കൾ വരുന്നതെന്ന് കഴിഞ്ഞ വർഷം ചെറുതായിട്ട് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോഴത്തെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേസാ. ഓരോ ദിവസവും AI വന്നു, AIക്കകത്ത് ചാറ്റ് GPT വന്നു, ഇപ്പൊ ചാറ്റ് GPTനെ എല്ലാം മുക്കിക്കൊണ്ട് ഡീപ് സീക്ക് വന്നു. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ, ഈ മാറുന്ന കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജിയുമായിട്ട് എക്സ്പോഷർ ഉള്ളതും പുതിയ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനുള്ള വില്ലിങ്നെസ് ഇവിടുത്തെ യുവത്വത്തിനേ ഉള്ളൂ. 60 വയസ്സായ ഒരു രാഷ്ട്രീയക്കാരനടുത്ത് ചാറ്റ് GPT എന്നോ അല്ലെങ്കിൽ പുതിയ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കണ്ണു വിഴിച്ചിരിക്കും. അപ്പം ഈ പുതിയ എമർജിങ് ടെക്നോളജീസ് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനും ഈ യുവാക്കളുടെ ഒരു സാന്നിധ്യം ആവശ്യമാണ്. അപ്പം അത് മാത്രമല്ല, ഈ 60 വയസ്സ് വരെ ജീവിച്ച ഒരാൾക്ക് അങ്ങേരുടെ ലൈഫ് എക്സ്പീരിയൻസ് മുഴുവൻ ഒരു വലിയ ഭാണ്ഡക്കെട്ടായിട്ട് ഒരു പാഴ്സലായിട്ട് പുറത്ത് കിടക്കുക. നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്. നിങ്ങളൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പം പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും, അതിനെക്കുറിച്ച് മനസ്സിലാക്കും. യു ആർ വില്ലിംഗ് ടു ചേഞ്ച്, ബട്ട് ദേ ആർ നോട്ട്. ആ ചേഞ്ച് സമൂഹത്തിൽ കൊണ്ടുവരുവാൻ, ഫോർ ദാറ്റ് ഫ്യൂച്ചർ ട്രാൻസ്ഫോർമേഷൻ, വി നീഡ് പീപ്പിൾ ലൈക്ക് യു ഇൻ പൊളിറ്റിക്സ്. സോ പ്ലീസ് തിങ്ക് അബൌട്ട് ഇറ്റ്. താങ്ക് യു. യൂത്ത് ആണ് നമ്മുടെ ടോപ്പിക്. നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ഓഡിയൻസിൽ എല്ലാവരും ചെറുപ്പക്കാരാണ്. അപ്പൊ അവർക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അതിഥികളോട് അതിന്റെ സമയത്തിലേക്ക് പോവാം. ആർക്കെങ്കിലും ഒന്നും ചോദിക്കാനില്ലേ? ആർക്കും ഇത് തന്നെയാ കുഴപ്പം. നിങ്ങൾക്ക് ചോദ്യങ്ങളില്ല. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ ചോദിക്കില്ല. ചോദ്യം ഉണ്ടെന്നേ ഇഷ്ടംപോലെ എല്ലാവരുടെ മുഖത്ത് ചോദിച്ചിട്ടുമായിട്ടിരിക്കും എല്ലാവരും. ആർക്കും ഒന്നും ചോദിക്കാനില്ല. So let's leave the hesitation. എന്തെങ്കിലും ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കുക. I'm pretty sure that നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ഇന്ന് വേറൊരിക്കൽ കിട്ടണമെന്നുമില്ല. So make the best use of the opportunity. Voice your questions, voice your concerns. ഇത് TV കാണുമ്പോൾ നിങ്ങൾക്ക് സന്ദീപിനോടും ഷോണിനൊന്നും ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പെട്ടെന്ന് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, എന്ത് വേണം ചോദിക്കാം, അവർ ഉത്തരം പറയും. എല്ലാവരും എല്ലാ ആശയം ഹലോ, സന്ദീപ് സാറിനോടാണ്. കലാലയങ്ങളിൽ രാഷ്ട്രീയം നല്ലതാണോ അല്ലയോ? കലാലയം എന്ന് പറയുന്ന സമയത്ത് 2 തരത്തിലുണ്ടല്ലോ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ രാഷ്ട്രീയം വേണോ, സ്കൂൾ രാഷ്ട്രീയം, അത് വേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ 18 വയസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്.
സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാൻ അവകാശമുള്ളവർക്ക് എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും അവകാശമുണ്ട് ഈ രാജ്യത്ത്. അപ്പോൾ കോളേജുകളിൽ മാത്രമായിട്ട് അത് നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ കേരളത്തിലെ ഈ കോളേജ് ക്യാമ്പസ് രാഷ്ട്രീയം അത് ആ വിദ്യാർത്ഥി സംഘടനകൾ കൂടി ആത്മപരിശോധന നടത്തണം. നല്ല ക്രിയാത്മകമായിട്ടുള്ള ചർച്ച നടത്തുന്ന ഇടങ്ങളായിട്ടും അല്ലെങ്കിൽ ജനാധിപത്യത്തെ കുറിച്ചുള്ള നല്ല സംവാദങ്ങൾ നടത്തുന്ന ഇടങ്ങൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെ ആകരുത് എന്നാണ് പറഞ്ഞത്. കേരളത്തില് ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, അതുപോലെയുള്ള അക്രമോത്സുകമായിട്ടുള്ള രീതിയിലേക്ക് ഇപ്പം എത്ര എന്താ പറയാ മനോഹരമായിട്ടുള്ള ഒരു സർഗവേദിയായിരുന്നു. അവിടെയാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. നമുക്ക് അതിലൊക്കെ വിഷമമുണ്ട്. അപ്പം അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് പോകാത്ത രീതിയിൽ ഇപ്പോൾ കേരളത്തിലെ കലാലയ രാഷ്ട്രീയം നല്ലതാണ് വെച്ച സമയത്താണ് കേരളത്തിലെ ഈ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ സീറ്റുകൾ വേക്കൻ്റ് ആയി കിടക്കുന്നതുകൂടി നിങ്ങൾ ആലോചിക്കണം. ഈ കുട്ടികൾ നേരത്തെ മൈഗ്രേറ്റ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. പണ്ടൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ രാഷ്ട്രീയക്കാരുടെ അല്ല MLA-മാരുടെ MP-മാരുടെ ഒക്കെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററിന് വേണ്ടി മാതാപിതാക്കൾ ഓടി നടന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട കോളേജുകളിൽ മഹാരാജാസ് ആണെങ്കിലും കേരളവർമ്മയാണെങ്കിലും അതല്ലെങ്കിൽ വിക്ടോറിയ ആണെങ്കിലും പ്രധാനപ്പെട്ട കോളേജുകളിലൊക്കെ മനോരമയുടെ റിപ്പോർട്ട് വെച്ചിരുന്നു 60% സീറ്റുകൾ വേക്കൻ്റ് ആണുള്ളത്. അത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ വയനാട്ടിലെ പൂക്കോട് ഉണ്ടായതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ആ രീതിയിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുപോകരുത്. കലാലയ രാഷ്ട്രീയത്തെ കുറച്ചുകൂടി സർഗാത്മകമായി മാറ്റാൻ വിദ്യാർത്ഥി സംഘടനകൾക്കും വിദ്യാർത്ഥികൾക്കും സാധിക്കണം. നല്ല ചർച്ചകൾ നടക്കട്ടെ, നല്ല കലാപ്രകടനങ്ങൾ നടക്കട്ടെ, സർഗപരമായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കട്ടെ, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നല്ല ധാരണ വരട്ടെ, ജനാധിപത്യത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ വരട്ടെ. ഇപ്പം എൻ്റെ മകൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അയാൾക്ക് ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ അതിനെക്കുറിച്ചൊന്നുമല്ല, പക്ഷെ രാഷ്ട്രീയമായിട്ട് ഗ്രാഹ്യമുണ്ട്. ലോകത്തെല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാവുക, അതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാവുക എന്നുള്ളതായിരിക്കണമല്ലോ രാഷ്ട്രീയം. അത്തരത്തിലുള്ള രാഷ്ട്രീയം എല്ലാവരുടെ മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നു ആ രീതിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തെ കലാലയത്തിനകത്തും മാറ്റാൻ സാധിക്കണം. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആവാം. അതല്ലാത്ത സമയത്ത് ഒരു സുഹൃത്തുക്കളായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചോദിക്കാനുണ്ടോ? നമുക്കൊരു അവസാന ചോദ്യത്തിനും കൂടെയുള്ള സമയമുണ്ട്. പ്ലീസ് ആസ്ക്. ഷോൺ ജോർജ് സാറിനോടാണ്. സാറ് മുമ്പേ ഇവിടെ പറഞ്ഞു, അതായത് വെളിയിൽ പോയി അമേരിക്കയിൽ പോയിട്ട് സായിപ്പിൻ്റെ സർവീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു എംപ്ലോയി ഇവിടെ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം 4 വർഷം കോഴ്സ് പൂർത്തിയാക്കി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ അവൻ സർവീസ് ചെയ്യുമ്പോൾ അവന് കിട്ടുന്നത് 15,000 20,000 രൂപയാണ്. അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്കറിയായിരിക്കും. നേരെ മറിച്ച് സാറ് പറഞ്ഞ പോലെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ അവിടെ സർവീസ് ചെയ്ത് അവൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ്. അപ്പം എന്തുകൊണ്ടാണ്? ഇരട്ടിയല്ല, അതിന് മുകളിലാണ്. അതിന് മുകളിലാണ്. സാറിന് തന്നെ അറിയാമല്ലോ. അപ്പം അതിനെ നമുക്ക് കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? സിമ്പിൾ ഉത്തരം. നിങ്ങൾ ഇവിടുന്ന് +2 കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് BHM പഠിച്ചിട്ട് പാത്രം കഴുകാൻ പൊക്കൂ, എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾ BHM പഠിച്ചിട്ട് പോവുക, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പാത്രം കഴിയുമ്പോൾ കൂടുതൽ ശമ്പളം കിട്ടും. അല്ല മോനെ, അതിനകത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പം US വേറെ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഒത്തിരി കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് UK പോകുന്നുണ്ട്. UK പോകുന്ന കുട്ടികളൊക്കെ അവിടെ പല യൂണിവേഴ്സിറ്റികളും പോകുന്നത് അവിടുത്തുകാർക്ക് വേണ്ടാത്ത കോഴ്സുകളും അതിനാൽ തന്നെ യൂണിവേഴ്സിറ്റികളിൽ കാലിയായിട്ട് കിടക്കുന്ന കോഴ്സുകളിൽ അപ്ലൈ ചെയ്താൽ അപ്പം തന്നെ ജോലി കിട്ടും. അങ്ങനെയുള്ള കോഴ്സുകൾ അവിടെ പഠിക്കാൻ പോയാൽ പിന്നെ 3 വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 2 years സ്റ്റേ ബാക്ക്, അതിനൊരു 3000 പൗണ്ട് പഠിച്ചിട്ട് ഈ പിള്ളേര് ഇങ്ങനത്തെ ജോലി ചെയ്തിട്ട് അവിടെ ജോലി കിട്ടത്തില്ല. അപ്പം കബളിപ്പിക്കപ്പെട്ട ഒത്തിരി കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് +2 കഴിഞ്ഞ് പുറത്ത് പോകുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ ഒരിക്കലും വീണു പോകാൻ പാടില്ല. നമ്മൾ നല്ല കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ജോലി കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ പോകുന്നതും കൊണ്ട് ഒരു കുഴപ്പമില്ല. ഷോൺ അതാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും. ഞാൻ പറയാം, ഞാനൊരു ബാങ്കിന്റെ വൈസ് ചെയർമാനാണ്. 1000 കോടി രൂപയുടെ ടേൺ ഓവർ ഉള്ള ബാങ്കാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ എൻ്റെ ബാങ്കിൽ NBA എന്ന് പറയുന്ന വിദേശ വിദ്യാഭ്യാസ വായ്പകളാണ്. UK കാനഡയിലേക്കും മൈഗ്രേറ്റ് ചെയ്ത കുട്ടികൾ അവിടെ ചെന്നിട്ട്
സ്റ്റേ ബാക്ക് കിട്ടിയാൽ പോലും അവർക്ക് ഈ പണം തിരിച്ചടയ്ക്കാൻ മേലാതെ വരുന്നു. ഈ കുട്ടികൾ തിരിച്ചും വരത്തില്ല, അവിടെ വിട്ട് മര്യാദയ്ക്ക് ജോലി കിട്ടുന്നില്ല. എൻ്റെ അനുഭവത്തിന് വെളിച്ചത്തിലാണ് പറഞ്ഞത്. നിങ്ങൾ എക്യുപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നല്ല കോഴ്സുകൾ ചെയ്ത് ഡിഗ്രി ബേസ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികൾക്കായി നിങ്ങൾ പോയാൽ നിങ്ങൾ ആരും തടയില്ല. അത് ആവശ്യമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ സന്ദീപ് ജി പറഞ്ഞല്ലോ, സന്ദീപ് ജി കോൺഗ്രസിൽ വന്നപ്പോൾ കുറച്ചുകൂടി ഒന്ന് മോഡേൺ ആയിട്ടുണ്ട്. കാരണം ഈ തന്ത വൈബൊക്കെ അവിടെ നിന്ന് വന്നതാണ്. ഞാനൊരു കുറച്ച് യാഥാസ്ഥിക ചിന്താഗതിയുള്ള ഒരു ഞാൻ മനുഷ്യനാണ്. നേരത്തെ മോഡേൺ ആയിരുന്നു, പക്ഷേ ഫാക്ടറികളിൽ ബാക്കിയുള്ള ആളുകൾ മോഡേൺ ആവാത്ത എന്റെ കുഴപ്പമല്ല. അപ്പോൾ ഈ തന്ത വൈബൊക്കെ അവിടെ നിന്ന് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും ഞാൻ കുറച്ച് വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ആ കാര്യങ്ങളിലൊക്കെ. നമുക്ക് തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിക്കേണ്ട നമ്മുടെ നാടിൻ്റെ നമുക്ക് ഇപ്പോൾ കൃത്യമായി ഞാനൊരു ഏജൻസിയുടെ വിദേശ വിദ്യാഭ്യാസ ഒരു ഏജൻസിയുടെ പരസ്യം ഞാൻ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനത് ചിന്തിച്ചു. ആ പരസ്യ കമ്പനിയുടെ ഏജൻസിയുടെ ഹോർഡിങ്സിലെല്ലാം പെൺകുട്ടികളുടെ പരസ്യമാണ്. പെൺകുട്ടികളാണ് കൂടുതൽ ആ ഹോർഡിങ്സ് എല്ലാം. ആ കുട്ടികളുടെ ഡ്രസ്സിങ് പോലും ഒരു വിദേശത്തേക്ക് പോകുമ്പോൾ അവൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന ഡ്രസ്സിങ്സ് പോലും അതിനകത്ത് കണ്ട്. ഈവൻ അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് സന്ദീപ് ജി പറഞ്ഞ പോലെ ആ തന്ത വൈബിൽ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികൾക്കുള്ളൊരു പ്രചോദനം അവിടെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ ഏത് വിദേശ രാജ്യത്തോട്ടും പോകണം, നമ്മളായിരിക്കണം. ആ കാര്യത്തിലൊന്നും ഈ ഞാനൊരു കാര്യം പറയാം, തന്ത എത്രയാണെങ്കിലും തന്തയല്ലേ. തന്ത വൈബ് തന്തയല്ലേ. തന്തയ്ക്ക് ആ സ്ഥാനം തന്തയ്ക്ക് കൊടുക്കണമെന്ന് തന്നെയുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അല്ലാതെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ നാട്ടില് തലമുടി നീട്ടി വളർത്തിയ ചെറുപ്പക്കാരെ കാണുമ്പോൾ പറഞ്ഞു തലമുടി നീട്ടി വളർത്തിയ തെറ്റാണ്. ഈ ചെറുപ്പക്കാരൻ തലമുടി നീട്ടിയിരിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് എനിക്കൊരു കുഴപ്പവും തോന്നില്ല. കുഴപ്പം വല്ല ഉണ്ടോ? ഇല്ല. പക്ഷേ ഇപ്പൊ 4 ചെറുപ്പക്കാർ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയട്ടെ, എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടുണ്ട്. അല്ല ശരി, ആ സന്ദീപ് ജി പറഞ്ഞതിനകത്ത് ഒരു യാഥാർത്ഥ്യം, ഈ തലമുടി നീട്ടി വളർത്തി ഈ ചെറുപ്പക്കാരെ കാണുമ്പോൾ ഈ പോലീസുകാർക്ക് ഇതെല്ലാം കഞ്ചാവാന്നാണ് ചിന്തിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട്. അത് സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞത് അതൊന്നും എതിരെന്നല്ല. പക്ഷേ ഈ ഇതിന്റെ ഒരു സൈഡിൽ അതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവും നമ്മൾ അംഗീകരിച്ചു പോകണം. കാരണം ഇന്ന് കൊച്ചി എന്ന് പറയുന്ന MTMA പിടിയിലാണ്. 100%. ഞാൻ പറയുന്നത് 60% ചെറുപ്പക്കാർ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റില്ല. എല്ലാം ഉപയോഗിക്കണം, പക്ഷെ അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പൊ 4 ചെറുപ്പക്കാർ ഒരുമിച്ച് ഇന്ന് 15 അല്ലെങ്കിൽ 16 വയസ്സുള്ള ചെറുപ്പക്കാർ ഒരുമിച്ച് 4 ബൈക്കിന് ചുറ്റും നിന്ന് വർത്തമാനം പറയുന്നിടത്ത് നിന്ന് അവൻ സിഗരറ്റ് വലിക്കുകയാണ്. അവൻ സിഗരറ്റ് വലിക്കുന്ന 15 വയസ്സുള്ള ചെറുപ്പക്കാരൻ സിഗരറ്റ് വലിക്കുന്നിടത്ത് നിന്ന് മോനെ നീ എന്തിനാ സിഗരറ്റ് വലിക്കുന്നത് നിങ്ങൾക്കൊന്ന് ചോദിക്കാവോ? അവൻ തിരിച്ചു പറയുന്നത് എന്തായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 20 വർഷം മുമ്പ് സന്ദീപ് ജി ഒരു കാരണവന്മാർ കയറി വരുന്നു, ഒരു 40 വയസ്സുള്ള ഒരു ചേട്ടൻ വരും. ഞാൻ 12 വയസ്സിൽ സിഗരറ്റ് വലിക്കുകയാണ്. സത്യം ഒളിച്ചും പാത്രം സത്യം. ഞാൻ 12 വയസ്സിൽ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. പമ്മി ഒളിച്ച് നമ്മുടെ ഒരു ഞങ്ങളുടെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അവിടെ പോയി ചുമ്മാ ഒളിച്ചു. നിനക്ക് വീട്ടുകാരുടെ ഉള്ളിൽ നിന്ന് നമ്മളെ സമരമാണല്ലോ, ഉള്ളിൽ ആ സമരം നിൽക്കുന്നുണ്ട്, അത് കളിപ്പിച്ചു പോകണം. പക്ഷേ ഇപ്പോഴും എന്നേക്കാൾ 5 വയസ്സ് കൂടുതലുള്ള ഒരാൾ അങ്ങോട്ടേക്ക് കടന്നു വന്നാൽ അത് മറച്ചു പിടിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് മറച്ചു പിടിക്കാനും അല്ലെങ്കിൽ അവരോട് മാന്യത കാണിക്കാനും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ നിന്ന് ചെയ്യും. നീ ആരടാ 15 വയസ്സുള്ള 45 വയസ്സുള്ള ആളോട് ചോദിക്കും, നീ ആരടാ എന്നോട് ചോദിക്കും, എന്റെ തന്ത എന്നോട് ചോദിക്കുന്നില്ല, പിന്നെ നീ ആടാ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു തലമുറയെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അത് പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് അപ്പനാരാന്നറിയണം, അമ്മ ആരാന്നറിയണം, നമ്മുടെ സംസ്കാരം എന്താണെന്ന് അറിയണം, ഒപ്പം ആടിച്ചു പൊളിക്കാൻ വേണം. അതിനൊന്നും ഒരു പറ്റൂല. അതാണ് എൻ്റെ അഭിപ്രായം. ഷോൺ പറഞ്ഞതിനോട് എനിക്ക് തോന്നുന്നത് ഷോൺ BJP വന്നപ്പോൾ പഴയ ലിബറൽ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹം ലിബറലായപ്പോ ഞാൻ കുറച്ച് യാഥാസ്ഥിതികരായി. അതെ, ഞാൻ പറയുന്നത് ഇപ്പം അദ്ദേഹം പറഞ്ഞത് കൊച്ചി നഗരത്തിലെ MDMA യൂസിനെ കുറിച്ചോ ഡ്രഗ്സിന്റെ യൂസിനെ കുറിച്ചോ പറഞ്ഞു. അതിന് കേരളത്തിലെ യുവാക്കൾ എങ്ങനെയാണ് റെസ്പോൺസിബിൾ ആവുന്നത്? കേരളത്തിലെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? കേരളത്തിലെ പോലീസ് എന്താ ചെയ്യുന്നത്? ആരാ അതിന്റെ റെസ്പോൺസിബിലിറ്റി? ഇത് പിടിക്കാൻ ആരാ തടസ്സമുള്ളത്? അവരെയല്ലേ പിടിക്കേണ്ടത്, അല്ലാതെ ബൈക്കിൽ പോകുന്ന 2 പിള്ളേരെയാണോ പിടിക്കേണ്ടത്? അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു 1/2 ഗ്രാം പിടിച്ചാൽ കേസ് അവസാനിപ്പിക്കുകയാണോ? അതിന്റെ സോഴ്സിലേക്ക് പോയി അവരെ മുഴുവൻ പിടിക്കുകയാണോ വേണ്ടത്? അത് നടക്കുന്നില്ലല്ലോ. അത് നടക്കാതെ ഈ ചെറുപ്പക്കാരുടെ ഉത്സവങ്ങൾ ആഘോഷങ്ങളെ മുഴുവൻ അതിന്റെ പേരിൽ ഇല്ലാതാക്കുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പ്. 1, 2 വസ്ത്രത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വസ്ത്രം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്.
അത് മോഡേൺ ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചത് കൊണ്ട് അവരുടെ കമ്മിറ്റ്മെന്റ്, രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റോ സമൂഹത്തോടുള്ള കമ്മിറ്റ്മെന്റോ കുറഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ട്, എനിക്ക് തോന്നുന്നില്ല കാര്യം ഇപ്പൊ കുറച്ച് വർഷം മുമ്പ് കേരളത്തിന്റെ വസ്ത്രം ഇങ്ങനെയായിരുന്നു അല്ലല്ലോ. ഇത് ഒരു 10 വർഷം മുമ്പോ 20 വർഷം മുമ്പോ അല്ലെങ്കിൽ 30 വർഷം മുമ്പോ അതിലും പഴമല്ലോ. വസ്ത്രം പോലും ധരിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നൊരു നാടല്ലേ ഇത്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, അപ്പം അർദ്ധനഗ്നകളായിട്ടായിരുന്നു പലപ്പോഴും സ്ത്രീകൾ, പ്രായമുള്ള സ്ത്രീകളൊക്കെ ആ കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു നാടായിരുന്നു കേരളം. അത് കാലാന്തരത്തിൽ ഓരോ സമയത്തെയും വസ്ത്രത്തിന്റെ ഫാഷൻ അനുസരിച്ചിട്ട് നമ്മുടെ കുട്ടികൾ മോഡേൺ ആയിട്ട് വസ്ത്രം ധരിക്കട്ടെ, അല്ലെങ്കിൽ പുതിയ ഔട്ട്ഫിറ്റുകൾ വരട്ടെ, എന്തായാലും കുഴപ്പമുള്ളത്. ഇനി അവർക്ക് വിദേശത്ത് പോകുമ്പോൾ അങ്ങനെ വസ്ത്രം ധരിക്കാനുള്ള അവസരം കിട്ടുന്നു എന്നാണെങ്കിൽ അത് കുഴപ്പം നമ്മുടേതാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇവിടുത്തെ ഈ സദാചാര പോലീസ് ചമയുന്ന സൊസൈറ്റിയുടെ കുഴപ്പം കൂടിയുണ്ട്. അവരാവശ്യമില്ലാതെ ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് തലയിടാൻ ശ്രമിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ അവർ തിരിച്ചു ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക്, എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് തലയിടുന്നതെന്ന് ചോദിക്കാൻ കഴിവുള്ള കുട്ടികളാണ് ഇന്ന് വളർന്നു വരുന്നത് എന്ന് തോന്നൽ പ്രായമുള്ളവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ തന്ത വൈബുള്ളവർക്ക് തോന്നുന്നത് നല്ലതാണ്. ഇത് പഴയ കാലമല്ല. കുട്ടികൾക്കൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സിവിൽ ലിബർട്ടിയെക്കുറിച്ച് ഇവർക്ക് നല്ല ധാരണയുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പുറമേയുള്ളവർ മെനക്കെടാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ പോകാൻ നിയമം പാലിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകുക എന്ന ഉപരിയായിട്ട് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലും മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലും സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ ബാക്കി മാധ്യമങ്ങളടക്കം പോകാതിരിക്കുക ആണല്ലോ. മാധ്യമപ്രവർത്തകരുടെ പേഴ്സണൽ ലൈഫിൽ ആരും സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ പോകാറില്ല. അത് വന്നു കഴിഞ്ഞാൽ എല്ലാം ഒറ്റക്കെട്ടാണ്. പക്ഷേ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് ദിവസേന ക്യാമറ തുറന്നു പോവുകയും അവരെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ? എല്ലാവരെയും. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ആരും സോഷ്യൽ ഓഡിറ്റ് ചെയ്യേണ്ട, എല്ലാവരും നിയമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. പക്ഷെ കേരളത്തിൽ യുവാക്കൾക്ക് അവരുടെ യുവത്വം ആഘോഷിക്കാൻ തക്കവണ്ണമുള്ള സാമൂഹിക അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നതിൽ ഇവിടുത്തെ സർക്കാരുകൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ പക്ഷം. അത് ഞാൻ ഉറച്ചു പറയും. വളരെ നിസ്സാരമായിട്ട് ഒരു കാര്യം. സമയം കഴിഞ്ഞോ? ഒരു 1.5 മിനിറ്റ് എടുത്തോട്ടെ. സെഷൻ Tom is here. Just one thought for the യൂണിവേഴ്സിറ്റിക്കുള്ള ഒരു തോട്ട് ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ യുവാക്കളും, നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പം ഒരു ജോലിക്ക് കയറുമ്പം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആദ്യം ചിലപ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ചിലപ്പോൾ ഒരു GD കാണും. അതിപ്പോൾ നിങ്ങളൊരു ലോയർ ആണെങ്കിൽ ഏത് ജോലിക്ക് പോയാലും ഈ നമ്മുടെ നാട്ടിൽ യു ഹാവ് ടു ഗോ ത്രൂ ആൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന, ഇലക്ഷനിൽ നിൽക്കുന്ന ഒരു മനുഷ്യനും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈ നാട്ടിലില്ല. അത് ഇറ്റ്സ് ഫുഡ് ഫോർ തോട്ട് ഫോർ യു. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു നോമിനേഷൻ പ്രോസസ്, നമ്മൾ നോമിനേഷൻ കൊടുക്കുന്നു, സ്ക്രൂട്ടിനി വരുന്നു, അതിനുശേഷം നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഗ്യാപ്പിൽ വി ഹാവ് ടു ഫൈൻഡ് എ മെക്കാനിസം, ആൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ maybe civic sense, good governance, or Indian political history, political ethics. ഇത് ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ചെയ്യണം എന്നുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് വിൽ ബി ഫോഴ്സ് ടു ട്രെയിൻ ദെയർ കാൻഡിഡേറ്റ്സ്, ബിക്കോസ് അവരുടെ കാൻഡിഡേറ്റ്സ് എല്ലാം പാസ്സായി വരണം. സോ ദാറ്റ് വിൽ ഇമ്മീഡിയറ്റ്ലി ആഡ് വാല്യൂ ടു അവർ പൊളിറ്റിക്കൽ സിസ്റ്റം. പീപ്പിൾ ബിക്കം അവെയർ, നമ്മുടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അവെയർനെസ് വരും. ഇത് ഒരു തോട്ടായിട്ട് ഐ ആം പ്രസന്റിംഗ് ടു ദ യൂണിവേഴ്സിറ്റി. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് ലൈക്ക് ഐ എം പ്രെറ്റി ഷുവർ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ചോദ്യം ചെയ്യാനുമുണ്ട്. ബട്ട് the time has come to a limit. Thank you so much for your participation. And of course, sir പറഞ്ഞ ചില queries and our honorable director of new initiatives, Mr. Tom M. Joseph, would love to address it. So can we kindly have you on the stage, please? എല്ലാം വളരെ രസകരമായ സെഷനായിരുന്നു. ഇത്രയും എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ നമ്മുടെ സമ്മറ്റി നടന്നിട്ടില്ല. ഞാനിതൊന്ന് ആഡ് ചെയ്തോട്ടെ. നിങ്ങൾ പറഞ്ഞ ട്രഡീഷണൽ ചട്ടക്കൂട് ബ്രേക്ക് ചെയ്യാനാണ് ഞങ്ങൾ ചെയ്തത്. ഈ കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒരു ക്യാമ്പസിലും കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയും ചിന്തിക്കാത്ത, യൂണിവേഴ്സിറ്റി പോട്ടെ ഒരു മീഡിയ ഹൗസ് അല്ല, കേരളത്തിൽ ഒരു ഗവൺമെൻറ് പോലും ചിന്തിക്കാത്തൊരു ഇവൻ്റാണ് ഈ 7 ദിവസം 7 ട്രാക്കുകളിലായിട്ട് 300 സെക്കൻഡ് ജസ്റ്റ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആഡ് ചെയ്യട്ടെ. നിങ്ങളുടെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിലേക്ക് വരാൻ പോലും എത്ര കാലം എടുത്തു എന്നുള്ളതാണ് പോളിസി പാരാലിസിന്റെ, കേരളത്തിലെ നയവൈകല്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കാണുന്നത്. നിങ്ങൾ വന്നപ്പോൾ ഉണ്ടായ ചേഞ്ച് ഇതുപോലെ മനോഹരമായ യൂണിവേഴ്സിറ്റി. അതെ, 5 വർഷം ഞങ്ങൾ ഇവിടെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ ഇതാണ് ഞങ്ങൾ സ്വപ്നം കണ്ട കിനാശ്ശേരി.
അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ ക്യാമ്പസിലേക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിലൊക്കെ നോക്കിയാൽ കാണാം എന്ത് ലിബറൽ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. നിങ്ങൾ പുറത്തേക്ക് ജർമ്മനിക്കോ ഇംഗ്ലണ്ടിലോ ഒന്നും പോകണ്ട. ഇവിടെ ഞങ്ങൾ എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈ ഫെസ്റ്റിവൽ തന്നെ ഇതിന്റെ പേരിട്ടിരിക്കുന്ന ഫെസ്റ്റിവൽ എന്ന്, അപ്പൊ സെലിബ്രേഷൻ ആണ് അതിനകത്ത്. ഫ്യൂച്ചർ സെലിബ്രേറ്റ് ചെയ്യുവാണ്. കാരണം നമ്മൾ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പ്രസന്റ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, പാസ്റ്റ് ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ജനറേഷനെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ഈ പൊളിറ്റിക്സിന്റെ കാര്യം പറയാം, നമുക്കൊരു ഫ്യൂച്ചർ ലീഡർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഹൈബിയുടെ MBയുടെ ഓഫീസിൽ ഇന്റേൺസ് നമ്മുടെ സ്റ്റുഡൻസ്, നമുക്ക് 4 മണിക്കൂറേ 5 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. സ്റ്റുഡൻസിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്. ഒരു MBയുടെ ഓഫീസ്, MP പ്രസന്റ് ചെയ്യേണ്ട, ഇപ്പോൾ പാർലമെന്റിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്പീച്ച് പോലും പ്രസന്റ് ചെയ്യാനുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഡാറ്റ അനലൈസ് ചെയ്യാനും പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യാനും. എനിക്ക് തോന്നുന്നു ഒരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജും കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഫ്യൂച്ചർ ലീഡർഷിപ്പ് പ്രോഗ്രാം. അത് കണ്ടിട്ട് ഇപ്പോൾ രാജീവ് മിശ്രയുടെ ഓഫീസ്, VD സതീശന്റെ ഓഫീസ്, ഫണ്ട് യൂട്ടിലൈസേഷൻ ഉണ്ടാവും അല്ലേ? ഫണ്ട് യൂട്ടിലൈസ് ഉണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം ഒരു ക്യാമ്പസ് പൊളിറ്റിക്സിനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ക്യാമ്പസ് പൊളിറ്റിക്സിന്റെ ഓപ്പർച്യൂണിറ്റി ഒന്ന് സ്ട്രൈക്ക് വിളിക്കാനും 2 പബ്ലിക് സ്പീക്കിംഗും ആണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ക്യാമ്പസ് പൊളിറ്റിക്സിലില്ല. അപ്പൊ ഈ സമ്മിറ്റിന്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ 15 വർഷം ഡൗൺ ദ ലൈനിൽ ഹാഫ് ഓഫ് ദ ക്യാബിനറ്റ് ഷുഡ് കം ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി. ആൻഡ് അതുപോലെ നല്ല യൂണിക്കോൺസ് വരണം, നല്ല ഓൺടർപ്രണേഴ്സ് വരണം, നല്ല ഫിലിം മേക്കേഴ്സ് വരണം, നല്ല ആർക്കിടെക്ട്സ് വരണം. ആ ഒരു ടാലന്റിനെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള എക്സസൈസ് ആണ് ഈ സമ്മിറ്റ്. അതിനുവേണ്ടിയുള്ള എഫോർട്ടാണ് ഞങ്ങൾ ഇടുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം. കാരണം വി ആർ ഹിയർ ടു മേക്ക് എൻ ഇമ്പാക്ട്. ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുള്ളത്. കാരണം ഇതൊരു നമ്പർ ഗെയിം അല്ല. വി ആർ നോട്ട് റിക്രൂട്ടിംഗ് നോട്ട് മോർ ദാൻ 1200 സ്റ്റുഡൻസ് ഇൻ അവർ ക്യാമ്പസ്. ആൻഡ് ഫോർ ദാറ്റ് ഗെറ്റിംഗ് ദ 1200 സ്റ്റുഡൻസ് വി ഡോണ്ട് ഡു എനി അഡ്വർടൈസ്മെന്റ്സ്. ഞങ്ങൾ അഡ്മിഷൻ ഓപ്പൺ ചെയ്താലും ഞങ്ങൾക്ക് 1200. ബട്ട് വി വാണ്ട് ടു ക്യാച്ച് ദി ബെസ്റ്റ് സ്റ്റുഡൻസ്, അട്രാക്ട് ദി ബെസ്റ്റ് സ്റ്റുഡൻസ് ടു ദ ക്യാമ്പസ്. എന്നാൽ ഈ 15 വർഷം കഴിയുമ്പോൾ if you want to make a change in the country, that change should start from the institutions. Education is the one place the change is. ആ ഒരു ഫിലോസഫിയിലാണ് ഞങ്ങൾ ബിലീവ് ചെയ്യുന്നത്. അതാണ് ഡോക്ടർ ലാലുണ്ട്. ഞാൻ ഡോക്ടർ ലാലിനോട് 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഹൗ ഡിഫറെന്റ് വി ആർ എന്നുള്ളത്. അപ്പം ഇവിടെ യൂണിവേഴ്സിറ്റി ഈ സമ്മിറ്റ് നടക്കുവാണ്. നമ്മൾ മനോഹരമായ ഫുഡ് സ്ട്രീറ്റ്, രാവിലെ 2 മണി വരെ അൺപ്ലഗ്ഡ് ആയിട്ടുള്ള മ്യൂസിക്. അത് സ്റ്റുഡൻസ് ഇവിടെ ഒരു ജെൻഡർ വ്യത്യാസമില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രസ്സ് സെൻസ് ഞാൻ തന്നെ കണ്ട പിള്ളേരുടെ ഡ്രസ്സ്, ഞാൻ ടീഷർട്ട് ഇട്ടാണ് ക്യാമ്പസിൽ പോകുന്നത്. അപ്പം പിന്നെ ബാക്കിയുള്ള കാര്യം പറയാനുണ്ട്. അപ്പം അങ്ങനെ ഒരു വളരെ ലിബറൽ ആയിട്ടൊരു ക്യാമ്പസ്. എനിക്ക് തോന്നുന്നത് എല്ലാ സ്റ്റുഡൻസ്, ഈ പിള്ളേരുടെ എനർജി നോക്കി 6ാമത്തെ ദിവസമാണ് അല്ലേ, 6 ദിവസം ഒരു ഫെസ്റ്റിവല്, നാളെ 7ാം ദിവസം തീരുവാണ്. ആ എനർജിയാണ് ഇവിടെ അവർ കീപ്പ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഇതിൽ നിങ്ങൾ വെച്ച തോട്ട്സ് ഞങ്ങളുമായിട്ട് അലൈൻ ചെയ്യുന്നു, ഞങ്ങളുടെ വിഷനുമായിട്ട് അലൈൻ ചെയ്യുന്നു. And I think we can bring a change here, a very futuristic change. Thank you once again. Thank you so much, Mr. Tomam Joseph. And of course, that was a valid and very valuable message. And also, ഇന്ന് നമുക്കിപ്പം എത്തിച്ചേർന്ന നമ്മുടെ ഈ ജനകീയ നേതാക്കൾക്ക് നമ്മുടെ ഒരു സ്നേഹസൂചകമായ സമ്മാനം നൽകുന്നതിനോടുകൂടി ശ്രീ ടോമം ജോസഫ് അവർകളോട് ഞാൻ ആവശ്യപ്പെട്ടുകൊള്ളട്ടെ. May I humbly request Mr. Appu John Joseph, sir, our honorable politician from the Kerala Congress, to kindly accept a token of love and appreciation from our end. അദ്ദേഹം എടുത്തു പറഞ്ഞ adaptability and adaptability, let it be a key takeaway. And also politics, ഏറ്റവും മികച്ച, ഏറ്റവും ബ്രെയിനി ആയിട്ടുള്ള, ഏറ്റവും നന്നായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു യുവതലമുറയെ പൊളിറ്റിക്സിലേക്ക് അദ്ദേഹം ക്ഷണിച്ചിരിക്കുകയാണ്. So let it be a thought for each one of you, let it be a seed for inspiration. Thank you so much once again, Mr. Appu John Joseph. And now may I humbly request Mr. Sean George to kindly accept this gesture of deep respect from our end, please. അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, അത് നമുക്ക് എപ്പോഴും ഓർക്കാം. നമ്മളുടെ ഇവിടെയുള്ള ആ ഒരു ഇന്റലക്ച്വൽ ഡ്രെയിനേജ് അത് വരാതെ, ആ ഒരു ചോർച്ച വരാതെ നമുക്ക് സൂക്ഷിക്കാം. അതിനു വേണ്ടിയുള്ള എഫോർട്സ് നമുക്കിടാം. കഴിവുള്ള ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാതിരുന്നാലുള്ള ഒരു പ്രതിസന്ധി കൂടി അദ്ദേഹം ഉയർത്തിക്കാട്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് നൗ മിസ്റ്റർ സന്ദീപ് ജി വാര്യർ, താങ്ക് യു സോ മച്ച് ഫോർ ഹൈലൈറ്റിംഗ് ദ ഫാക്ട് ഓൺ ദ അണ്ടർ എംപ്ലോയ്മെന്റ്. ആൻഡ് അതുപോലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ യങ്സ്റ്റേഴ്സിന് ജോലി സാധ്യതയുടെ ഒരു കുറവ് അദ്ദേഹം ഇവിടെ ഉയർത്തിക്കാട്ടിരിക്കുന്നു. ആൻഡ് യു ഹാവ് വോയിസ്ഡ് ഔട്ട് മച്ച് ഓഫ് ദ യങ്സ്റ്റേഴ്സ് കൺസേൺ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ആൻഡ് ഫൈനലി നാളെയുടെ ശബ്ദം. May I also request Sri Tomam Joseph sir to kindly hand over the token of respect to Arya P. Nair as well for the smooth conduct of the speech. നാളെയുടെ ശബ്ദമാകേണ്ടവർക്ക് ഇന്നത്തെ ശബ്ദമായവരുമായുള്ള ഒരു ചർച്ച ഇത്രയും മനോഹരമായി സാധ്യമാക്കി തന്നതിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു ആര്യ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ വൺസ് അഗൈൻ മേ ഹംബ്ലി റിക്വസ്റ്റ് നമ്മുടെ പാനലിസ്റ്റ് എല്ലാവരും ഒത്തുചേർന്ന ഒരു ഫോട്ടോഗ്രാഫിനോട് കൂടി ആവശ്യപ്പെട്ടുകൊള്ളട്ടെ. ടോം സർ, യു ഓൾസോ കൈൻഡ്ലി ജോയിൻ വിത്ത് ദം പ്ലീസ്. And once again, let us all give a huge round of applause to these wonderful panelists for this incredible session that they have put forward for us.
ഇത്രമേൽ കയ്യടി ഉയർന്ന ഒരു ഡിസ്കഷൻ നമ്മളുടെ ഇവിടെ ഈ ഒരു സമ്മിറ്റിൽ ഈ ഒരു വെന്യൂവിൽ ഉണ്ടായിട്ടില്ല. താങ്ക് യു സോ മച്ച് ഫോർ ഈച്ച് വൺ ഓഫ് യു.